Hi dear students, ഞാൻ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണെന്നറിയോ, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് ഡേ ക്ലാസ് ആണ്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ. അതുപോലെ തന്നെ നിങ്ങളും എന്തായിരിക്കണം, എക്സൈറ്റഡ് ആയിരിക്കണം. കാരണം നമുക്ക് ഓൾറെഡി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഉണ്ട്. അതൊന്നും കൂടാതെയാണ് നമുക്ക് എക്സ്ട്രാ ഒരു കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്നുള്ളൊരു സബ്ജക്റ്റ്, അല്ലെങ്കിൽ കമ്പനി അക്കൗണ്ട്സ് എന്നായിരുന്നു മുമ്പ് ഉണ്ടായിരുന്ന പേര്. അങ്ങനെ ഒരു സബ്ജക്റ്റ് നമുക്ക് വരാനുള്ള കാരണം എന്താണ് എന്നുള്ള എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ആ ഒരു ബേസിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനും ക്ലാസ്സിലിരിക്കാനും. അപ്പോൾ അക്കൗണ്ടിങ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. എന്താണ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അതെല്ലാവർക്കും അറിയാലോ. ബിസിനസിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ്. കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. അതെന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അക്കൗണ്ടിങ് എന്നുള്ളത് ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആണെന്ന് പറഞ്ഞു. അക്കൗണ്ടിന്റെ ഡെഫിനേഷൻ ഒന്നും പറയിപ്പിക്കണ്ടല്ലോ. Accounting is the art of recording, classifying, summarizing in a significant manner in terms of money. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് എന്നുള്ളതിന്റെ മീനിങ് അല്ലെങ്കിൽ ഡെഫിനേഷൻ അതാണ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റിന്റെ, കമ്പനിയുടെ അക്കൗണ്ടിങ്. അപ്പോൾ ആ കമ്പനിയുടെ അക്കൗണ്ടിങ്ങിന് എന്തുകൊണ്ട് ഇത്ര ഡിഫറൻസ്, എന്താണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാൻ പോകണേ, ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. സ്റ്റഡി നോട്ട് നമ്പർ 1 ആണ് നമ്മൾ ഇന്ന് ഡേ 1 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ ഫോളോ ചെയ്യുക. ഞാൻ എടുക്കുന്ന മെത്തേഡിൽ, ഞാൻ എടുക്കുന്ന ഓർഡറിൽ, ഞാൻ നിങ്ങളോട് ചെയ്യാൻ വേണ്ടി പറയുന്ന മോഡൽ എന്ത് ചെയ്യുക, ഒരു പ്രാവശ്യം നിങ്ങൾ അതേപോലെ ചെയ്യാം. അതിനുശേഷം നമ്മൾ ബുക്ക് വായിക്കുന്ന സമയത്ത്, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും, ഓക്കെ, ഈ ഓർഡറിനേക്കാളും ബെറ്റർ എനിക്ക് ഓർഡർ ഈ ഓർഡർ ആണ് നല്ലത് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു ഓർഡറിൽ പഠിക്കാം. നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ ഈ ചാപ്റ്റർ നമ്മൾ അത്ര ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അന്നേരം തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഫോക്കസ് കൊടുക്കുക. ഞാൻ എന്ത് ചെയ്യും, ഇപ്പോൾ ക്ലാസ്സിൽ എന്താണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്ലാസ്സിൽ എന്താണോ ഞാൻ പറയുന്നത്, അത് നിങ്ങൾ 100% ഫോളോ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഒരു പ്രാവശ്യം ക്ലാസ് കണ്ടു, പിന്നീട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാ നോളജ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളതായ അനാലിസിസ് മാത്രം ചെയ്യാം. അല്ലാതെ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഈ ചാപ്റ്റർ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഈ ചാപ്റ്റർ ബോറിംഗ് ആണ്, ഈ ചാപ്റ്റർ തിയറി ആണ്, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങളായിട്ട് ഇപ്പം ഒരു തീരുമാനം എടുത്ത് ക്ലാസ്സിൽ അലമ്പായിട്ട് ഇരിക്കരുത്. 100% എന്നെ ഫോളോ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പിന്നീട് എന്തായാൽ മതി, നിങ്ങളതായ രീതിയിലേക്ക് മാറ്റാനും മറ്റൊക്കെ ചിന്തിക്കാനൊക്കെ അന്നേരം ചെയ്താൽ മതി. 1 ടൈം എന്ത് ചെയ്യണം, എന്നെ ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പൊ കമ്പനിയുടെ ഇൻട്രൊഡക്ഷൻ. എന്താണ് കമ്പനി? നമുക്ക് കുറച്ച് യൂണിറ്റ്സ് ആയിട്ടാണുള്ളത് ഫസ്റ്റ് സ്റ്റഡി നോട്ട് വരുന്നത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് ആണ് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷനിൽ വാട്ട് ഈസ് കമ്പനി? എ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ഫോംഡ് ബൈ ലോ. ഒരു ആക്ട് അല്ലെങ്കിൽ ലോ പ്രകാരം ഫോം ചെയ്തിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് എന്ത്, കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, ടു അച്ചീവ് ദ ഒബ്ജക്ട് ഫോർ ദ വിച്ച് ഇറ്റ് ഈസ് ഫോംഡ്. നമ്മൾ സാധാരണ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവില്ലേ, ഒരു ഇന്ന കാര്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ഇന്ന് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവിന് വേണ്ടി നമ്മൾ ലോ പ്രകാരം ആക്ടിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ബിസിനസ് ആണ് എന്ത്, കമ്പനി. ഓക്കെ, ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 20 ഓഫ് കമ്പനീസ് ആക്ട് 2013 കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞ ഒരു ലോ ഉണ്ട്. ആ ലോ പ്രകാരം സെക്ഷൻ 2 സബ്സെക്ഷൻ 20 പറയുന്നുണ്ട് കമ്പനിയുടെ മീനിങ് എന്താ. എ കമ്പനി means company incorporated under this act or any other company law. ഇപ്പോൾ കമ്പനീസ് ആക്ട് 2013 ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനീസിനാണ് എന്ത് പറയുന്നത്, കമ്പനി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ പറയുന്ന മറ്റേ പറയല്ലേ, ഞാനും ഫ്രണ്ട്സും കൂടി ഭയങ്കര കമ്പനിയാണ്, ആ കമ്പനി അല്ല ഈ കമ്പനി. ഈ കമ്പനി എന്താണ്, ഇൻകോർപ്പറേറ്റഡ് ബൈ ഒരു ബിസിനസ് ആണ്. ആ ആർട്ടിഫിഷ്യൽ പേഴ്സൺ നമ്മൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, ഒരു ആക്ടിൽ രജിസ്റ്റർ ചെയ്തു. കമ്പനീസ് ആക്ട് 2013 അല്ലെങ്കിൽ മുമ്പുണ്ടായ ആക്ട് പ്രകാരം നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഒരു കമ്പനിനെയാണെന്ന് പറയുന്നത് കമ്പനീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കമ്പനി എന്താണ് കിട്ടിയല്ലോ. കമ്പനിയുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒരു കമ്പനിക്ക് എന്താണ് ഇത്ര പ്രത്യേകത, ആ ഒരു കമ്പനി കാരണം മാത്രമേ നമുക്കൊരു അക്കൗണ്ടിങ് സബ്ജക്റ്റ് തന്നെ വന്നു. അപ്പൊ എന്താണ് ഈ കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്നുള്ളതാണ് നെക്സ്റ്റ്. എ കമ്പനി ഈസ് എ ഡിസ്റ്റിങ് ലീഗൽ എൻറ്റിറ്റി എക്സിസ്റ്റിംഗ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അവരുടെ മെമ്പേഴ്സിന്റെ അടുത്ത് നിന്നും ഒരു ഇൻഡിപെൻഡന്റ് ലീഗൽ എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടൊരു ലീഗൽ എൻറ്റിറ്റി ആയിട്ട് ഒരു സെപ്പറേറ്റ് പേഴ്സൺ ആയിട്ട് കൺസിഡർ ചെയ്യും. ഫോർ എക്സാമ്പിൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ബിസിനസ്. പാർട്ണർഷിപ്പ് ബിസിനസ്സിലുള്ള പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് തന്നെയാണ് ബിസിനസ് റൺ ചെയ്യുന്നത്. പ്രൊപ്രൈറ്റർ ബിസിനസ്സിൽ എന്ന് പറയുന്നത് പ്രൊപ്രൈറ്റർ തന്നെയാണ് ബിസിനസ് റൺ ചെയ്യുന്നത്. ബിസിനസ് ഇയാൾ മരിച്ചു പോയാൽ ചിലപ്പം ആ ബിസിനസ് തീർന്നു പോകും. അല്ലാതെ സെപ്പറേറ്റ് ബിസിനസ്സിന് വേറൊരു ലീഗൽ എൻറ്റിറ്റി,
ഓണേഴ്സിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അങ്ങനെയല്ല. കമ്പനീസിൽ അങ്ങനെയല്ല. കമ്പനീസിൽ എന്താണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. കമ്പനി എന്ന് പറയുന്നത് വേറെയാണ്, മെമ്പേഴ്സ് എന്ന് പറയുന്നത് വേറെയാണ്. ആ ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ടാവും. നെക്സ്റ്റ്, കമ്പനി ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ്. കമ്പനീസിലുള്ള മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ അൺലിമിറ്റഡ് ലയബിലിറ്റീസ് ആണ് വരാം. അവിടെ കൂടുതൽ ലയബിലിറ്റീസ്, അതായത് കൂടുതൽ നമുക്ക് ലോസസ് ഉണ്ടെങ്കിൽ ആ ലോസസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ആയിട്ടൊക്കെ വെച്ചിട്ട് അൺലിമിറ്റഡ് ആയിട്ടാണ് നമ്മൾ ലയബിലിറ്റി വീട്ടേണ്ടി വരും. പക്ഷെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഷെയർ ലിമിറ്റ് ഉണ്ടാവും. ഇപ്പൊ 100 rupees ആണ് എന്റെ ഷെയർ എങ്കിൽ 100 rupees വരെ എന്റെ ലയബിലിറ്റി ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 80 rupees പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. 80 rupees പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 rupees നമ്മൾ 80 rupees പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി 20 rupees മാത്രമാണ് എന്ത്, എൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത്. ആ ലിമിറ്റഡ് ലയബിലിറ്റി മാത്രമായിരിക്കും ഉണ്ടാവുക അവരുടെ ഫേസ് വാല്യൂവിന് അനുസരിച്ചിട്ട്. നെക്സ്റ്റ്, കമ്പനി ഹാസ് എ പെർപെച്വൽ സക്സഷൻ. കമ്പനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡെഡ് എൻഡ് അങ്ങനെ ഒന്നുമില്ല. ഓണേഴ്സ് മരിച്ചാലോ അല്ലെങ്കിൽ ആരിതായാലും ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും കമ്പനീസ് അവിടെ ഉണ്ടാവും. കമ്പനി എന്ന് പറയുന്നത് പെർപെച്വൽ സക്സഷൻ ആണ്, ഒരിക്കലും അത് നിന്ന് പോകില്ല. നെക്സ്റ്റ്, the shares of a company are freely transferable except in case of private limited company. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് അല്ലാത്ത ബാക്കിയുള്ള കമ്പനീസിന് എന്ത് ചെയ്യാം, അവരുടെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാം. മതി, അത്രയാണ്. നെക്സ്റ്റ്, എ കമ്പനി ഈസ് എ ബീങ് എ ലീഗൽ പേഴ്സൺ capable of owing, enjoying and disposing of property in its name. കമ്പനിയുടെ സ്വന്തം പേരിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങാനോ വിൽക്കാനും അതുപോലെ തന്നെ അത് യൂസ് ചെയ്യാനും പറ്റും ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. സെപ്പറേറ്റ് പേഴ്സൺ ആണെന്ന് പറഞ്ഞു, സെപ്പറേറ്റ് ലീഗലാണെന്ന് പറഞ്ഞു. കമ്പനിക്ക് എന്ത് ചെയ്യാം, കമ്പനിയുടെ സ്വന്തം പേരിൽ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാം, അത് യൂസ് ചെയ്യാം, വിൽക്കാം, എൻജോയ് ചെയ്യാം. നെക്സ്റ്റ്, എ സെപ്പറേറ്റ് കമ്പനി ബീങ് എ സെപ്പറേറ്റ് ബോഡി ക്യാൻ സ്യൂ ആൻഡ് ബി സ്യൂഡ് ഇൻ ഇറ്റ്സ് ഓൺ നെയിം. ഒരു കമ്പനിക്ക് സ്വന്തമായിട്ട് വേറൊരാളുടെ പേരിൽ കേസ് കൊടുക്കാനും അതുപോലെ തന്നെ മറ്റൊരാൾക്ക് കമ്പനിക്ക് ഡയറക്റ്റ് കേസ് കൊടുക്കാനും വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ കേട്ടിട്ടില്ലേ, ജോൺസൺ ബേബിയുടെ ഇതിന് മുകളിലൊരു ആൾക്കാർ ഒരാൾ ഡാമേജിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് കമ്പനിയുടെ പേരിൽ, അല്ലെങ്കിൽ മാഗിയുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കമ്പനിയുടെ പേരിൽ എന്ത് ചെയ്യാം, കേസ് കൊടുക്കാം. അതുപോലെ തന്നെ കമ്പനിക്ക് തിരിച്ചും നമ്മളെ പേരിൽ കേസ് കൊടുക്കാം. നെക്സ്റ്റ്, സോ ദ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ യെറ്റ് ഇറ്റ് ആക്ട് ത്രൂ ഹ്യൂമൻ ബീങ് who are called directors of the company. അപ്പോൾ കമ്പനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ഒരു ഒറിജിനൽ പേഴ്സൺ അല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കമ്പനി റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും, കുറച്ച് ഹ്യൂമൻ ബീങ്സ് ഉണ്ടാവും. ആ ഹ്യൂമൻ ബീങ്സിന് പറയുന്ന പേരാണ് ഡയറക്ടേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജ്മെന്റ് എന്നൊക്കെ പറയും. അവിടെ പറയേണ്ട ഒരു സെപ്പറേറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താ, ദർ ഇസ് എ ഡൈവോഴ്സ് ബിറ്റ്വീൻ ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. ഒരു ബിസിനസിന്റെ, ഒരു കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നതും മാനേജ്മെന്റ് എന്ന് പറയുന്നതും ഡിഫറെന്റ് ആയിരിക്കും, ഇൻഡിപെൻഡന്റ് ആയിരിക്കും ചില കേസിൽ. ഫോർ എക്സാമ്പിൾ, റിലയൻസ് ലിമിറ്റഡിന്റെ ഷെയർ ഹോൾഡേഴ്സ്, ഓണേഴ്സ് എന്ന് പറയുന്നത് നമുക്കാവാം. നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ഷെയർസ് പർച്ചേസ് ചെയ്യാം, നമ്മൾ ഓണേഴ്സ് ആയി. പക്ഷെ അതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് MD ആരാ, മുകേഷ് അംബാനി. ഇപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഡിഫറെന്റ് ആയിരിക്കും, ഓണർഷിപ്പും ഡിഫറെന്റ് ആയിരിക്കും. നെക്സ്റ്റ്, ഇറ്റ്സ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ യൂഷ്വലി ഫോർ പ്രോഫിറ്റ്. കമ്പനി എന്ന് പറയുന്നത് ഫോം ചെയ്യുന്ന ഒരു വോളണ്ടറി അസോസിയേഷൻ ആണ്. എന്തിനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് നോർമലി ചെയ്യുക. വാട്ടെവർ നമ്മൾ ഒബ്ജക്റ്റ് എന്താണോ ആ ഒബ്ജക്റ്റിന് വേണ്ടി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് വോളണ്ടറി ആയിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന, കോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനീൻ്റെ പേരാണെന്ത്, കമ്പനി. അപ്പോൾ ഇതാണ് കമ്പനീസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് കമ്പനി, 5 ടൈപ്പ് ഓഫ് കാറ്റഗറിയിൽ വരുന്ന കമ്പനീസിന്റെ ടൈപ്സ് പറയുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ചെറിയ A4 ഷീറ്റിലോ മറ്റോ എഴുതിയിട്ട് അവിടെ ഒട്ടിച്ച് വെക്കുകയോ അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നിട്ട് പഠിക്കുക, എന്തൊക്കെ ടൈപ്പാണ്, എന്തൊക്കെ കണ്ടീഷൻസ് ആണെന്നുള്ളതൊക്കെ വായിക്കാം. ഓക്കെ, ഓൺ ദി ബേസ് ഓഫ് സൈസ്, ഒന്നാമത്തെ കണ്ടീഷൻ. ഓൺ ദി ബേസ് ഓഫ് സൈസ് നമുക്ക് എന്ത് ചെയ്യാം, 2 കാറ്റഗറി ആക്കാം. ഒന്ന് പബ്ലിക് കമ്പനി, 2 പ്രൈവറ്റ് കമ്പനി. പബ്ലിക് കമ്പനിയുടെ സെക്ഷൻ 2 സബ്സെക്ഷൻ 71 ആണ്. പ്രൈവറ്റ് കമ്പനിയുടെ 2 സബ്സെക്ഷൻ 68 ആണ്. അപ്പോൾ ഈ ഡെഫിനിഷൻസ് ഒക്കെ അധികം എന്താണ് വരാം, സെക്ഷൻ 2 തന്നെയാണ് വരാം എല്ലാ ആക്ടിന്റെയും. നോർമലി അങ്ങനെയാണ് ഉണ്ടാവുക. എനിവേ, പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ. എന്താ അറിയോ, പബ്ലിക് കമ്പനി, എ കമ്പനി വിച്ച് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി അല്ലാത്തത് ഏതൊക്കെ ഉണ്ടോ അതാണ് എന്ത്, പബ്ലിക് കമ്പനി. അപ്പോൾ പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനി അല്ല. അതുപോലെ തന്നെ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞിട്ട് മുമ്പ് ഇതിവിടെ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ആ ലിമിറ്റ് ഉള്ള കമ്പനിയാണ് എന്ത്, പബ്ലിക് കമ്പനി. അത്രയും ലിമിറ്റ് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല. ആസ് മേ ബി പ്രിസ്ക്രൈബ്, ചിലപ്പം ഭാവിയിൽ എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ലിമിറ്റ് വരും. അങ്ങനെയാണെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാം, പെയ്ഡ് പബ്ലിക് കമ്പനി ആവാൻ വേണ്ടി. 2 പ്രൈവറ്റ് കമ്പനി. പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞു, നോട്ട് എ പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞു. പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് റെസ്ട്രിക്ട്സ് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഇറ്റ് ഷെയർസ്. ഇപ്പോൾ പ്രൈവറ്റ് കമ്പനി എപ്പോഴാവാം,
അവരുടെ ഷെയർസ് റെസ്ട്രിക്ട് ചെയ്യാണ്, ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റാത്ത ടൈപ്പ് ഓഫ് ഷെയർസ് ആണ് എന്ത് പ്രൈവറ്റ് കമ്പനി. നമ്മൾ ഫീച്ചേഴ്സ് പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സെപ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലാത്ത ഷെയർസ് നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാ, 200 ആണ് ഇവിടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ. നെക്സ്റ്റ് പ്രോഹിബിറ്റ്സ് പബ്ലിക് ഇഷ്യൂ. അപ്പൊ നമ്മൾക്ക് പബ്ലിക് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആസ് മേ ബി പ്രിസ്ക്രൈബ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ഒരു പ്രിസ്ക്രൈബ്ഡ് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു, മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്നുള്ളത്. അത് ഇപ്പോൾ എടുത്തു കളഞ്ഞതുകൊണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ് ഭാവിയിൽ ചിലപ്പോൾ വരുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം. ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയല്ലോ 4 പോയിന്റ് വെച്ചു. ഈ പ്രൈവറ്റ് ലിമിറ്റഡിന് നമുക്ക് എന്ത് ചെയ്യാം, 2 കാറ്റഗറൈസ് ആയിട്ട് ഒന്നുകൂടി തരംതിരിക്കാം. ഒന്ന് OPC, 1 person കമ്പനി. പേര് പോലെ തന്നെ ഇത് റൺ ചെയ്യുന്നത് എങ്ങനെയാണ്, ഓൺലി ബൈ 1 member. ഒരു മെമ്പർ മാത്രമേ, ഒരു ഷെയർ ഹോൾഡർ മാത്രമേ ഉണ്ടാവുള്ളൂ, അവരായിരിക്കും റൺ ചെയ്യുക. സെക്ഷൻ ഏതാ, സെക്ഷൻ 262 ആണ് 1 person കമ്പനിയുടെ സെക്ഷൻ. പിന്നെ സ്മോൾ കമ്പനി. സ്മോൾ കമ്പനി സെക്ഷൻ 2 സബ്സെക്ഷൻ 85. സ്മോൾ കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ആ കമ്പനി എന്തൊരു കാറ്റഗറി തന്നെയാണ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തന്നെയാണ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ മറ്റൊരു കാറ്റഗറിയാണ് സ്മോൾ കമ്പനി. ഇപ്പൊ സ്മോൾ കമ്പനി ആവാൻ വേണ്ടിയിട്ട് 2 കണ്ടീഷൻസ് ഉണ്ട്. എന്താ, പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന് ഒരു ലിമിറ്റ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ടേൺ ഓവർ ലിമിറ്റ് പറയുന്നുണ്ട്. ഇത് രണ്ടും കൂടി സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആവുള്ളൂ സ്മോൾ കമ്പനി. ഇപ്പൊ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ നമ്മൾ പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ട്, ഡസ് നോട്ട് എക്സീഡ്സ് 50 lakh rupees or such higher amount of rupees as may be prescribed എന്നായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. അപ്പോൾ 50 lakhs അല്ലെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഉണ്ടാവും, ആ ലിമിറ്റിൽ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിലവിൽ നമ്മൾ ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, സച്ച് എമൗണ്ട് ഓഫ് റുപ്പീസ് 4 crore. അപ്പൊ നിലവിൽ നമ്മളെ ലിമിറ്റ് എന്ന് പറയുന്നത് 4 crores ആണ്, വിച്ച് ഷാൾ നോട്ട് ബി മോർ ദാൻ 10 crores. അപ്പം മാക്സിമം നമുക്ക് ഹയർ എമൗണ്ട് എന്ന് പറയുന്നത് 4 crores ആണ്. ഇങ്ങനെ വെക്കുന്ന ഒരു ലിമിറ്റ് ഇല്ലേ, ഈ ലിമിറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ 10 crore മുകളിൽ പോകാനും പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ 4 crore മാക്സിമം 10 crore മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പം നിലവിൽ നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഷാൾ നോട്ട് എക്സീഡ് എത്ര, 4 crore. അത് തന്നെയാണ് കണ്ടീഷൻ. ആൻഡ് അത് മാത്രമല്ല, നമ്മൾ ഒരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അവർ സ്മോൾ കമ്പനീസ് എന്ന് പറയുള്ളൂ. ഏതാ സാറ്റിസ്ഫാക്ഷൻ, ടേൺ ഓവർ. ടേൺ ഓവർ, ഒരു കമ്പനിയുടെ ടേൺ ഓവർ ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദ ഇമ്മീഡിയറ്റ് പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ. കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം അവർ ടേൺ ഓവർ ഡസ് നോട്ട് എക്സീഡ്സ് 2 crores ഓർ സച്ച് ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഇപ്പൊ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 40 crore ആണ്. അപ്പോൾ 40 crore മുകളിൽ ഉള്ള ടേൺ ഓവർ ആവാൻ പാടില്ല. ഡസ് നോട്ട് എക്സീഡ് എന്നാണ് പറയുന്നത്, ഡസ് നോട്ട് എക്സീഡ് 2 crore അല്ലെങ്കിൽ ഹയർ എമൗണ്ട് ആസ് മൈ പ്രിസ്ക്രൈബ്. അപ്പോൾ ഇപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് 40 crore ആണ്. അപ്പം 40 crore കൂടാതെ ടേൺ ഓവർ ആയിരിക്കണം. ഇറ്റ് ഷാൾ നോട്ട് ബി മോർ ദാൻ 100 crore. 100 crore മുകളിലും പോകാൻ പാടില്ല. അപ്പോൾ ഇവിടെ ടേൺ ഓവറിന്റെ ലിമിറ്റ് വരുന്നത് 40 crore. അപ്പോൾ ഒന്നിച്ച് വായിക്കുകയാണെങ്കിൽ സ്മോൾ കമ്പനി എന്ന് പറയുന്നത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 4 crore മുകളിൽ ഇല്ലാത്തതും ആൻഡ് ടേൺ ഓവർ 40 കോടിയിൽ മുകളിൽ ഇല്ലാത്തതുമായിട്ടുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്മോൾ കമ്പനി. ഓക്കെ, നെക്സ്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് ലാബിലിറ്റി. ലാബിലിറ്റി ബേസിൽ നമുക്ക് എങ്ങനെയാണ് തരംതിരിക്കുക എന്നുള്ളത്, ഒന്ന് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണ്, 2 ലിമിറ്റഡ് ബൈ ഷെയർസ് ആണ്, പിന്നെ അൺലിമിറ്റഡ് ഷെയർസ് ആണ്. ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് വെച്ചാൽ മെമ്പേഴ്സ് ഷെയർസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്യാരണ്ടി അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാവുന്നത്, ഇത്ര എമൗണ്ട് ഞാൻ ലയബിലിറ്റി ആയിട്ട് ബെയർ ചെയ്യും, ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് കൂടാതെ ഞാൻ എക്സ്ട്രാ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇത്ര എമൗണ്ട് ഒരു 5 lakh rupees ഞാൻ എന്ത് ചെയ്യും, തരും എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ 5 lakh rupees ആണ് എന്ത്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. അപ്പൊ അവരുടെ ലിമിറ്റേഷൻ എത്ര വരെ പോകുള്ളൂ, 5 lakh വരെ. എത്രയാണ് ലിമിറ്റ് ചെയ്തത്, ആ ലിമിറ്റ്. ലിമിറ്റഡ് ബൈ ഷെയർസ്, ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുമ്പോൾ 100 rupees ആണ് എന്റെ ഷെയർ വാല്യൂ. ഈ 100 rupees ഷെയർ വാല്യൂവിൽ ഞാൻ ഓൾറെഡി 80 rupees പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി എത്ര rupees ആണ്, 20 rupees ആണല്ലോ. ഈ 20 rupees മാത്രമേ ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, തിരിച്ച് കമ്പനിക്ക് അടക്കേണ്ട ആവശ്യമുള്ളൂ. ലിമിറ്റഡ് ബൈ ഷെയർസ് ഇത്രയാണ് എൻ്റെ ലാബിലിറ്റി. ഓക്കെ, 20 rupees മാത്രമേ ഞാൻ എക്സ്ട്രാ അടിച്ചാൽ അത് തീർന്നു. നെക്സ്റ്റ് അൺലിമിറ്റഡ് ലാബിലിറ്റീസ്. ഈവൻ നമ്മൾ ഫീച്ചേഴ്സ് സംസാരിക്കുന്ന സമയത്ത് കമ്പനി ലിമിറ്റഡ് ലാബിലിറ്റി ആണെങ്കിൽ പോലും അൺലിമിറ്റഡ് ആയിട്ടുള്ള ലാബിലിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാം, ഫോം ചെയ്യാൻ പറ്റും. അണ്ടർ സെക്ഷൻ 292 പറയുന്നത് അൺലിമിറ്റഡ് ലാബിലിറ്റി എന്താണെന്ന് പറയുന്നത്, നോട്ട് ഹാവിംഗ് എനി ലിമിറ്റ് ഓൺ ലാബിലിറ്റീസ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. മെമ്പേഴ്സിനെ അൺലിമിറ്റഡ് ലാബിലിറ്റീസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഫോം ചെയ്ത് അവരുടെ തന്നെ ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് വാങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കമ്പനിയാണ് എന്ത്, അൺലിമിറ്റഡ് കമ്പനി, അൺലിമിറ്റഡ് ലാബിലിറ്റി കമ്പനി എന്ന് പറയും. നെക്സ്റ്റ് ഓൺ ദി ബേസ് ഓഫ് കൺട്രോൾ. കൺട്രോൾ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പനീസിന്
തരംതിരിക്കുകയാണ്. ഒന്ന് ഹോൾഡിംഗ് കമ്പനി, രണ്ട് സബ്സിഡറി കമ്പനി, മൂന്ന് അസോസിയേറ്റ് കമ്പനി. അപ്പോൾ ഹോൾഡിംഗ് കമ്പനി എന്നുള്ളത് 2 സബ്സെക്ഷൻ 46 പറയുന്നുണ്ട് ഇൻ റിലേഷൻ ടു വൺ ഓർ മോർ അതർ കമ്പനീസ് സബ്സിഡറി കമ്പനി. അതായത് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് ഇൻ റിലേഷൻ ടു വൺ ഓർ മോർ അതർ കമ്പനീസ് റിലേഷൻ ആണ്, വേറെ ഒന്നോ അതിലധികമോ കമ്പനീസ് ആയിട്ട് റിലേഷൻ ഉള്ള കമ്പനീസിനെയാണ് എന്ത് പറയുന്നത്, ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് ആരൊക്കെ ആയിട്ടുള്ള റിലേഷൻ ആണ്, സബ്സിഡറി കമ്പനി ആയിട്ട് ഒന്നോ അതിലധികമോ അധികമുള്ള കമ്പനീസ് ആയിട്ടുള്ള റിലേഷൻ ഉള്ള കമ്പനീസിനെയാണ് എന്ത് പറയുന്നത്, ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. സബ്സിഡറി കമ്പനി എന്താന്ന് നോക്കാം. സബ്സിഡറി കമ്പനി സെക്ഷൻ 287 പറയുന്നത് ഇൻ റിലേഷൻ ടു എനി അതർ കമ്പനി, വേറൊരു കമ്പനി ആയിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ, ഏത് കമ്പനി ആയിട്ട് റിലേഷൻ ആണ്, ഹോൾഡിംഗ് കമ്പനി ആയിട്ട് റിലേഷൻ ഉണ്ടെങ്കിലാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്, സബ്സിഡറി കമ്പനി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് റിലേഷൻ അല്ലെങ്കിൽ എന്താണ് അതിന്റെ കണ്ടീഷൻ, ഹോൾഡിംഗ് കമ്പനി കൺട്രോൾസ് ദ കോമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. നമ്മുടെ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് വേറൊരു കമ്പനി ആണെങ്കിൽ ആ വേറൊരു കമ്പനിനെ പറയുന്ന പേരാണ് എന്ത്, ഹോൾഡിംഗ് കമ്പനി. ഫോർ എക്സാമ്പിൾ, എനിക്ക് കമ്പനി എ ഉണ്ട്, കമ്പനി ബി ഉണ്ട്. ഈ കമ്പനി എ ആണ് എന്ത് ചെയ്യുന്നത്, കൺട്രോൾസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് കമ്പനി ബി. അങ്ങനെയാണെങ്കിൽ കമ്പനി ബി എന്ന് പറയുന്നത് സബ്സിഡറി കമ്പനിയാണ്, കമ്പനി എ എന്ന് പറയുന്നത് എന്താണ്, ഹോൾഡിംഗ് കമ്പനി ആണ്. നെക്സ്റ്റ്, ഓർ ഒന്നുകിൽ ഈ കണ്ടീഷൻ ആവും. രണ്ടാമത്, എക്സസൈസ് ഓർ കൺട്രോൾസ് മോർ ദാൻ 50% ഓഫ് ടോട്ടൽ വോട്ടിംഗ് പവർ ഏതർ അറ്റ് ഇറ്റ്സ് ഓൺ ഓർ ടുഗദർ വിത്ത് വൺ ഓർ മോർ ഓഫ് ഇറ്റ്സ് സബ്സിഡറി കമ്പനി. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, വോട്ടിംഗ് പവർ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട് വേറൊരു കമ്പനിയുടെ എത്ര പെർസെൻറ്റേജ്, മോർ ദാൻ 50%. 50%നേക്കാളും കൂടുതൽ ഒരു കമ്പനി ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പറയുന്ന പേരാണ് എന്ത്, സബ്സിഡറി കമ്പനി എന്ന് പറയാം. മറ്റേ കമ്പനി പറയുന്നത് ഹോൾഡിംഗ് കമ്പനി. അപ്പം ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന പോലെ പറഞ്ഞതുപോലെ വേറൊരു കണ്ടീഷൻ, എന്താ കണ്ടീഷൻ, വോട്ടിംഗ് പവർ എടുക്കുന്നു. ഈ വോട്ടിംഗ് പവർ എടുക്കുന്നതിന് നമുക്ക് രണ്ട് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് ഓൺ, ഒന്നെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയായ എ ബിയിലുള്ള 51%, അതായത് 50% മുകളിലായിരിക്കണം എന്ന് പറഞ്ഞു. 51% വോട്ടിംഗ് റേറ്റ് മാർക്കുള്ള എക്കാണെങ്കിൽ എ ഹോൾഡിംഗ് കമ്പനി, ബി സബ്സിഡറി കമ്പനി ആണല്ലോ, അതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ. നെക്സ്റ്റ് ഒരു എക്സാമ്പിളും കൂടി, വേറൊരു കമ്പനി ഉണ്ട് സി. ഈ സി എന്ന് പറയുന്നത് എയുടെ സബ്സിഡറി കമ്പനിയാണ്. ബി എന്ന് പറയുന്നത് എ ഹോൾഡ് ചെയ്യുന്നുണ്ട്, എത്ര പെർസെൻറ്റേജ് എന്നറിയോ, 28% ബി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഐ മീൻ എ ഹോൾഡ് ചെയ്യുന്നുണ്ട്, എ ബിയുടെ 28% ഹോൾഡ് ചെയ്യുന്നുണ്ട്. സി എന്ത് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ 30% ഹോൾഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ബി ഇതിൽ ഏതാണ് സബ്സിഡറി കമ്പനി? എനെ സംബന്ധിച്ചിടത്തോളം എയുടെ സബ്സിഡറി കമ്പനിയാണ് സി എന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പൊ അതിനർത്ഥം എന്താ, എ സിയുടെ 51% ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് അസംഷൻ എടുക്കാം. ഓക്കെ, അതുകൊണ്ടാണല്ലോ സബ്സിഡറി കമ്പനി തന്നെ. അപ്പൊ എയുടെ സബ്സിഡറി കമ്പനിയാണ് സി. അതുപോലെ തന്നെ ബിയും എന്ത് തന്നെയാണ്, എയുടെ സബ്സിഡറി കമ്പനിയാണ്. അതെങ്ങനെയാ സാറേ, എ ബിയുടെ 51% ഹോൾഡ് ചെയ്യുന്നുണ്ടല്ലോ? അങ്ങനെയല്ല, എ ആൻഡ് സി ബോത്ത് ടുഗദർ എന്ത് ചെയ്യുന്നുണ്ട്, 58% ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുന്നത് 51% മുകളിലാണ്. അതാണ് പറഞ്ഞത് ഇറ്റ്സ് ഓൺ അല്ലെങ്കിൽ ഓർ ടുഗദർ വിത്ത് വൺ ഓർ മോർ സബ്സിഡറി. ഒന്നുകിൽ അവർ സ്വന്തമായിട്ട് ഹോൾഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ സബ്സിഡറി കമ്പനി ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുന്നത്, സബ്സിഡറി കമ്പനി എന്നാണ് പറയുന്നത്. അപ്പൊ എക്ക് ബിയും അതുപോലെ തന്നെ സിയും എന്ത് തന്നെയാണ്, സബ്സിഡറി കമ്പനി ആണ്. നെക്സ്റ്റ്, അസോസിയേറ്റ് കമ്പനി. അപ്പോൾ ഓൺ ദി ബേസ് ഓഫ് കൺട്രോൾ പറഞ്ഞു, ഹോൾഡിംഗ് പറഞ്ഞു, സബ്സിഡറി പറഞ്ഞു. അസോസിയേറ്റ് കമ്പനി, അസോസിയേറ്റ് കമ്പനി എന്ന് പറയുന്നത് എന്താ, ഇൻ റിലേഷൻ ടു അനദർ കമ്പനി. ഇവിടെ ഒരു റിലേഷൻ ആണ് കമ്പനി ആയിട്ട്. എന്താണ് ആ റിലേഷൻ? ഹാസ് എ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ്. ഒരു സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് എനിക്ക് വേറൊരു കമ്പനിയോട് ഉണ്ടെങ്കിൽ ആ കമ്പനി എൻ്റെ അസോസിയേറ്റ് കമ്പനിയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ എന്താ, ഇറ്റ് മീൻസ് കൺട്രോൾ ഓഫ് അറ്റ്ലീസ്റ്റ് 20% ഓഫ് ടോട്ടൽ വോട്ടിംഗ് പവർ ഓർ കൺട്രോൾ ഓഫ് ഓർ പാർട്ടിസിപ്പേഷൻ ഇൻ ബിസിനസ് ഡിസിഷൻ അണ്ടർ എഗ്രിമെന്റ്. അപ്പൊ എനിക്കുള്ള കൺട്രോൾ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ, എനിക്ക് കമ്പനി എ ഉണ്ട്, അല്ല കമ്പനി എ വോട്ടെ കുറെ സമയമില്ല കമ്പനി എ എടുക്കുന്നത്, കമ്പനി എക്സ് ഉണ്ട്, കമ്പനി വൈ ഉണ്ട്. ഈ കമ്പനി എക്സ് കമ്പനി വൈയുടെ മിനിമം 20% പറഞ്ഞത്. അപ്പൊ മിനിമം അറ്റ്ലീസ്റ്റ് 20%, ഞാൻ 20% ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വൈ കമ്പനിയാണ് എന്ത്, അസോസിയേറ്റ് കമ്പനി. എക്സ് എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനി. ഓക്കെ, പക്ഷെ എക്സ് വൈയുടെ 51% ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായി, സബ്സിഡറി ആയി. അപ്പം 50% കൂടുതൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സബ്സിഡറി ആയി. അങ്ങനെയാണെങ്കിൽ 50% താഴെയും മിനിമം 20% ഉണ്ടെങ്കിൽ അവരെന്താണ്, അസോസിയേറ്റ് കമ്പനിയാണ്. അപ്പൊ ഇതാണ് നെക്സ്റ്റ് കാറ്റഗറി. പിന്നെ ഓൺ ദി ബേസ് ഓഫ് സെക്യൂരിറ്റി, സെക്യൂരിറ്റി ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം,
കമ്പനീസിനെ ഇനിയും കാറ്റഗറൈസ് ചെയ്യാം. 2 കാറ്റഗറിയാണ്. ഒന്ന് ലിസ്റ്റഡ് കമ്പനി, 2 അൺലിസ്റ്റഡ് കമ്പനി. ലിസ്റ്റഡ് കമ്പനീസ് എന്ന് വെച്ചാൽ എന്താ? റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മുടെ കമ്പനിയുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, പബ്ലിക്കിന് അത് വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കമ്പനീസിന് പറയുന്നതാണ് എന്ത്? ലിസ്റ്റഡ് കമ്പനി. ലിസ്റ്റഡ് ചെയ്തിട്ടുള്ള അവരുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റഡ് ചെയ്തിട്ടുണ്ട്. അൺലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്തിട്ടില്ല. പബ്ലിക് കമ്പനിയൊക്കെ തന്നെ ആയിരിക്കാം, പക്ഷെ അവർ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കമ്പനിയാണ് എന്ത്? അൺലിസ്റ്റഡ് കമ്പനി. നെക്സ്റ്റ്, അതർ ടൈപ്സ് ഓഫ് കമ്പനി. നോൺ പ്രോഫിറ്റ് കമ്പനി, അതായത് നോൺ ഓർഗനൈസേഷൻ, NGO, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ബിസിനസ് പ്രോഫിറ്റിലൊന്നല്ല, അവർ സർവീസ് മറ്റൊക്കെ ചെയ്യാൻ, ഒരു ചാരിറ്റബിൾ ബിസിനസ് ഒക്കെ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനീസ് ആണ് വേറെ തരം കമ്പനീസ്. ആ കമ്പനീസ് സെക്ഷൻ 8 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? രജിസ്റ്റർ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഗവൺമെന്റ് കമ്പനി. ഗവൺമെന്റ് കമ്പനീസ് എന്ന് വെച്ചാൽ എന്തുവാ? നോട്ട് ലെസ് ദാൻ 50%. നോട്ട് ലെസ് ദാൻ 50% എന്ന് വെച്ചാൽ മിനിമം 50% ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഈസ് ഹെൽഡ് ബൈ ഗവൺമെന്റ്. ഗവൺമെന്റ് 51% താഴെ കുറയാത്ത 51% ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിനെയാണ് എന്ത് പറയുന്നത്? ഗവൺമെന്റ് കമ്പനി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു എ കമ്പനി ഉണ്ട്. എ കമ്പനിയുടെ 51% ഗവൺമെന്റ് ആണ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എ കമ്പനി എന്ത് കമ്പനിയാണ്? ഗവൺമെന്റ് കമ്പനിയാണ്. പിന്നെ ഈ ഗവൺമെന്റിന്റെ ഇക്വേഷനിൽ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, ലോക്കൽ ഗവൺമെന്റ് ഉണ്ട്, അങ്ങനെ കുറെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ ഗവൺമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഒറ്റക്കോ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒറ്റക്കോ അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടി ഒന്നിച്ചോ ഹോൾഡ് ചെയ്യുന്നതാണെങ്കിലും അത് എന്ത് തന്നെയാണ്? ഗവൺമെന്റ് കമ്പനിയാണ്. ഫോർ എക്സാമ്പിൾ, 31% സെൻട്രൽ ഗവൺമെന്റ് ഹോൾഡ് ചെയ്യുന്നു, 20% സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസ് എന്ത് തന്നെയാണ്? ഗവൺമെന്റ് കമ്പനീസ് ആണ്. നെക്സ്റ്റ്, ഫോറിൻ കമ്പനീസ്. ഫോറിൻ കമ്പനീസ് എന്ന് വെച്ചാൽ എന്താ? എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. പുറത്ത് ഇൻകോർപ്പറേറ്റിലെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസ് ആണ് ഫോറിൻ കമ്പനി. നീതി കമ്പനി എന്ന് വെച്ചാൽ നോൺ ബാങ്കിങ് ഫിനാൻസ് സെക്ടർ ആണ്. നോൺ ബാങ്കിങ് ഫിനാൻസ് സെക്ടർ എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫിക്കേഷനോട് കൂടി കുറച്ച് കമ്പനീസിന് എന്ത് ചെയ്യാം? അത് ഓപ്പൺ ചെയ്യാം. ഫിനാൻഷ്യൽ നോൺ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നിധി കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. അത് സെക്ഷൻ 406 പറയുന്നത്. അതാണ് വേറൊരു ടൈപ്പ് ഓഫ് കമ്പനി. നെക്സ്റ്റ്, ഡോർമെന്റ് കമ്പനി. ഡോർമെന്റ് കമ്പനി ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? ഇൻആക്റ്റീവ് കമ്പനി. ഒരു കമ്പനി ഫോം ചെയ്ത് പക്ഷെ അത് എന്ത് ചെയ്തിട്ടില്ല? റൺ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിന് പറയുന്ന പേരാണ് എന്ത്? ഇൻആക്റ്റീവ് കമ്പനി, ഡോർമെന്റ് കമ്പനി, അണ്ടർ സെക്ഷൻ 455 സെക്ഷനിൽ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് കമ്പനീസിൽ വരുന്നത്. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് പിവോട്ടൽ റോൾ ഓഫ് അക്കൗണ്ടിങ്? പിവോട്ടൽ എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ക്രൂഷ്യൽ. എന്താണ് കമ്പനി ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ്ങിന് ഇത്ര റോൾ അല്ലെങ്കിൽ എന്താണ് ഇത്ര ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് ഒരു കാര്യം. അതിനുള്ള ഏറ്റവും മേജർ റീസൺ എന്ന് വെച്ചാൽ ഓണേഴ്സും അതുപോലെ തന്നെ മാനേജ്മെന്റും രണ്ട് സെപ്പറേറ്റ് ആണ്. കമ്പനി റൺ ചെയ്യുന്നത് മാനേജ്മെന്റ് ആയിരിക്കും, ഓണേഴ്സ് ജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. അത് തന്നെയാണ് എന്ത് ഏറ്റവും വലിയൊരു റീസൺ. കാരണം ഓണേഴ്സിന് എന്തറിയില്ല, ബിസിനസ് എങ്ങനെ നടക്കുന്നുള്ളതോ ബിസിനസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്നുള്ള അറിയില്ല. അതറിയാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് നിർബന്ധമായിട്ട് അക്കൗണ്ട് ചെയ്യണം. ആ അക്കൗണ്ടിങ് ആണ് ഓണേഴ്സിന് അയച്ചിട്ട് ഓണേഴ്സ് ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ ഓണേഴ്സ് മനസ്സിലാക്കുക. അത് തന്നെയാണ് എന്ത് കമ്പനി അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കാനും മറ്റൊക്കെ അത്ര ഇമ്പോർട്ടൻസ് ക്രൂഷ്യൽ ആകുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ കമ്പനി അക്കൗണ്ട്സിന്റെ മറ്റുള്ള ഫീച്ചേഴ്സ്, ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ വളരെ ഡിഫറെന്റ് ആയിട്ട് മറ്റുള്ള അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കമ്പനി അക്കൗണ്ട്സിനുള്ള എന്താണ് ഇത്രയും ഡിഫറൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്നുള്ളത്. ഒന്നാമത്തെ ഫീച്ചേഴ്സ്, ഇത് ചിലപ്പോൾ നിങ്ങളോട് എന്ത് ചെയ്യാം, എക്സാമിന് ചോദിച്ചേക്കാം. വാട്ട് ആർ ദ ഡിസ്റ്റിങ്വിഷ്ഡ് ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഓഫ് എ കമ്പനി? കമ്പനി അക്കൗണ്ടിങ്ങിൽ ഇത്ര ഫീച്ചേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് ഡിഫറെന്റ് ആയിട്ട് മറ്റുള്ള അക്കൗണ്ടിങ്ങിലും ഇല്ലാത്തൊരു ഡിഫറൻസ് എന്തുകൊണ്ടാണ് ഇതിൽ എന്ന് ചോദിച്ചേക്കാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തത്, അക്കൗണ്ടിങ് പ്രോസസ് ഈസ് ഹൈലി റെഗുലേറ്റഡ് ആൻഡ് ഗൈഡഡ് ബൈ റെഗുലേറ്ററി പ്രൊണൗൺസ്മെന്റ്. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നമ്മൾ ഏത് പ്രകാരമാണ് ലോ ചെയ്യാൻ നമ്മൾ ഫോളോ ചെയ്യാണ്ട്, ഗൈഡൻസ് നമ്മൾ നോക്കാനുണ്ട്, റെഗുലേറ്ററി ഉണ്ട്, പ്രൊണൗൺസ്മെന്റ് ഉണ്ട്. ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ അക്കൗണ്ടിങ് ചെയ്യാൻ. അല്ലാതെ നമ്മൾ മറ്റുള്ളത് ചെയ്യുന്ന പോലെയല്ല നമ്മൾ നോർമലി അക്കൗണ്ടിങ് ചെയ്യുക. അപ്പോൾ കുറെ ഗൈഡൻസും കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് വേണം അക്കൗണ്ടിങ് ചെയ്യാൻ. രണ്ട്, alternative treatments of transactions are either limited or completely avoided. For example, depreciation. Depreciation നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എത്രോളം മെത്തേഡ്സ് ഉണ്ട്. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ഉണ്ട്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഉണ്ട്, സം ഡിജിറ്റ് മെത്തേഡ് ഉണ്ട്, പ്രൊഡക്റ്റ് യൂണിറ്റ് മെത്തേഡ് ഉണ്ട്, അവേഴ്സ് റേറ്റ് മെത്തേഡ് ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് മെത്തേഡിൽ നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് തന്നെയാണല്ലോ. അതിൽ നമുക്ക് നമ്മൾ ബിസിനസ്സിന് ആപ്റ്റ് ആയിട്ടുള്ള ഏതാണോ നമുക്ക് ചെയ്യാം. പക്ഷേ
കമ്പനീസ് നിർബന്ധമായിട്ടും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ മാത്രമേ ഡിപ്രീസിയേഷൻ കാണിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് റൂൾ ഉണ്ട്, അല്ലെങ്കിൽ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്, അവർക്കുള്ള ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് എന്നൊക്കെ പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും. അവർക്ക് അങ്ങനെ ആ ഒരു മോഡലിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് സ്പെസിഫിക്കലി പറയും. മൂന്നാമത് ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് പീരിയോഡിക്കൽ അക്കൗണ്ട്സ്, ദാറ്റ് ഈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ് ആസ് സ്പെസിഫൈഡ് ബൈ ലോ. ഇൻകം സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റിന്റെയും ഘടകങ്ങൾ, അതിൽ ഏതൊക്കെ പാർട്ട് വരണം എന്നൊക്കെ ഡിസൈഡ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ലോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു മെത്തേഡിൽ അല്ലെങ്കിൽ ആ ഒരു പാർട്ട് മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. 4, the forms and contents of periodical finance statements are fixed. In other words, format of finance statements are largely rule based rather than principle based. നമ്മൾ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രിൻസിപ്പൽ ബേസിൽ ഒന്നല്ല നമ്മൾ പ്രിപ്പയർ ചെയ്യുക, നമ്മൾ റൂൾ ബേസ്ഡിലാണ് പ്രിപ്പയർ ചെയ്യുക. കാരണം ലോയിൽ നമ്മളോട് ഒരു സ്പെസിഫിക് ഫോർമാറ്റ് പറഞ്ഞിട്ട് ഷെഡ്യൂൾ 3-ലാണ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പൊ ആ ഒരു മെത്തേഡിൽ അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റിൽ മാത്രമേ നമ്മൾ കാണിക്കാൻ പറ്റുള്ളൂ. 5, the importance of compliance to the prescribed rules and regulation pronoun. അപ്പൊ നമുക്ക് കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, കമ്പനീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറെ ഫയലിംഗ് ചെയ്യാനുണ്ട്, കുറെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അത് പ്രോപ്പർ ആയിട്ട് റൂൾസ് പ്രകാരം, റെഗുലേഷൻ പ്രകാരം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ. നെക്സ്റ്റ് നമ്മൾ കുറെ പറഞ്ഞു, റെഗുലേറ്ററി ബോഡി ഉണ്ട്, റെഗുലേറ്ററി ബേസിൽ മാത്രമേ, റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ മാത്രമേ നമുക്ക് അക്കൗണ്ടിങ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് കമ്പനി അക്കൗണ്ട്സിന്റെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്നുള്ളത്? ഒന്ന്, കമ്പനീസ് ആക്ട് തന്നെയാണ്. കമ്പനീസ് ആക്ട് 2013 നമുക്ക് ചാപ്റ്റർ 9 ഉണ്ട്. ചാപ്റ്റർ 9 അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് എന്നുള്ള ചാപ്റ്റർ നെയിമാണ്. ആ ചാപ്റ്റർ നെയിമിൽ പറയുന്നതാണ് എന്ത്? മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ്. ഒരു കമ്പനീസിന്റെ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നും, അതുപോലെ തന്നെ കമ്പനിയുടെ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരു ഫോർമാറ്റ് എവിടെയാണുള്ളത്? ചാപ്റ്റർ 10 അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് എന്നുള്ളൊരു സെക്ഷനിലാണ് വരുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 128 മുതൽ 137 വരെയാണ് ഈ ചാപ്റ്ററിൽ വരുന്ന സെക്ഷൻസ്. നെക്സ്റ്റ്, ഇൻ അഡീഷൻ ഷെഡ്യൂൾ 3 ഓഫ് ദ ആക്ട് ഓഫ് ദിസ് ആക്ട് പ്രൊവൈഡ്സ് എ ഫോർമാറ്റ് ഫോർ ദ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ്. ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ സ്പെസിഫിക് ഫോർമാറ്റ് പറയുന്നത് എവിടെയാണ്? ഷെഡ്യൂൾ 3 ഓഫ് ദിസ് ആക്ട്, കമ്പനീസ് ആക്ട് 2013. അപ്പോൾ ഈ ആക്ട് പ്രകാരം, ഷെഡ്യൂൾ 3 പ്രകാരമാണ് നമുക്ക് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പോരാ, കമ്പനീസ് ആക്ട് മാത്രം നമ്മൾ ഫോളോ ചെയ്താൽ പോരാ. കമ്പനീസിന് കുറച്ച് റൂൾസ് ഉണ്ട്. കമ്പനീസ് അക്കൗണ്ട്സ് റൂൾസ് 2014 എന്ന് പറഞ്ഞ റൂൾസ് ഉണ്ട്. അതിലാണ് ബാക്കിയുള്ള അക്കൗണ്ടിങ് എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാക്കി ചില റൂൾസ് ഉണ്ട്. കമ്പനീസ് ഡിക്ലറേഷൻ ഓഫ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് റൂൾസ് 2014, കമ്പനീസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR റൂൾസ് ഉണ്ട്. കമ്പനി സോഷ്യൽ റിലേഷൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയുന്ന റൂൾസ് ഉണ്ട്. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് അല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെ കാണിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസും കൂടി നമ്മൾ എന്ത് ചെയ്യണം? അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. നമ്മൾ കമ്പനിയുടെ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും കൂടി കൺസിഡർ ചെയ്യണം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് AS ആണ്, രണ്ട് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്, IND-AS ആണ്. ഈ രണ്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്മൾ ഫോളോ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? കമ്പനീസിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഈ രണ്ട് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിൽ, 5th ചാപ്റ്ററിലെ AS-ന്റെയും അതുപോലെ IND-AS-ന്റെ നമുക്ക് കുറച്ച് പോർഷൻസ് പഠിക്കാനുണ്ട്. ഓക്കെ. പിന്നെ ഹൗവർ സ്പെഷ്യൽ ക്ലാസ് ഓഫ് കമ്പനീസ് സച്ച് ആസ് ബാങ്കിങ് കമ്പനി, ഇൻഷുറൻസ് കമ്പനി, ഇലക്ട്രിസിറ്റി കമ്പനി, NBFCs, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ബാങ്കിങ് കമ്പനീസിന് എന്തുണ്ട്? സെപ്പറേറ്റ് ആയിട്ട് ഒരു ആക്ട് തന്നെ ഉണ്ട്. എന്താ? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഉണ്ട്. 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആക്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കമ്പനീസ് എന്ത് ചെയ്യണം? ബാങ്കിങ് കമ്പനീസ് ആണെങ്കിൽ ഈ ഒരു കമ്പനീസിന്റെ റൂൾസ് ഫോളോ ചെയ്യണം, ആക്ട് ഫോളോ ചെയ്യണം. ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു IRDA എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. ആ ആക്ട് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ മറ്റുള്ള ടൈപ്പ് ഓഫ് സ്പെഷ്യൽ കാറ്റഗറീസ് ഓഫ് കമ്പനീസ് എന്ത് ചെയ്യണം? കമ്പനീസ് ആക്ട് 2013 പഠിക്കണം, നോക്കണം. അതുപോലെ തന്നെ മറ്റുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ഓഫ് ആക്ട് എന്തൊക്കെയുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം? അക്കൗണ്ടിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. മറ്റുള്ള കംപ്ലൈൻസ് ഒന്നും അല്ല, നമ്മൾ അക്കൗണ്ടിങ്ങിന് വേണ്ടി ഇതൊക്കെ റെഫർ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി. നമ്മളൊരു കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, സെക്ഷൻ 2 സബ്സെക്ഷൻ 12 പറയുന്നുണ്ട് ബുക്ക് ആൻഡ് പേപ്പർ അല്ലെങ്കിൽ ബുക്ക് ഓർ പേപ്പർ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു ഡെഫിനേഷൻ പറയുന്നത്. ബുക്ക് ഓർ പേപ്പർ
ആൻഡ് ബുക്ക് ആൻഡ് പേപ്പറിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്, രണ്ട് ഡീഡ്സ്, വൗച്ചേഴ്സ്, റൈറ്റിംഗ്സ്, ഡോക്യുമെന്റ്സ്, മിനിറ്റ്സ്, രജിസ്റ്റേഴ്സ് മെയിൻറ്റൈൻഡ് ഓൺ എ പേപ്പർ ഓർ ഇലക്ട്രിസിറ്റി ഫോം. ഇലക്ട്രോണിക് ഫോം അല്ലെങ്കിൽ പേപ്പർ ഫോമിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഈ ഡോക്യുമെന്റ്സിനൊക്കെ പറയുന്ന പേരാണ് എന്ത്? ബുക്സ് ആൻഡ് പേപ്പർ. ഇതിൽ വരുന്ന ഒരു പോയിന്റ് ആണല്ലോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ, ഒന്ന് all sums of money received and expended by the company. കമ്പനിയുടെ ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ള ക്യാഷ്, അതുപോലെ തന്നെ കമ്പനി എക്സ്പെൻഡ് ചെയ്തിട്ടുള്ള ക്യാഷ് ഇൻ റിലേഷൻ ടു വിച്ച് റെസിപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ടേക്സ് പ്ലേസ്. അവരുടെ റെസിപ്റ്റും അതുപോലെ എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതിൽ പറയുന്ന സമയത്ത് നമുക്ക് ഓർക്കാൻ പറ്റുന്ന പേരെന്താ? ക്യാഷ് ബുക്ക് അല്ലേ? ക്യാഷ് ബുക്കും ക്യാഷ് ബുക്കിന്റെ ലെഡ്ജറും ക്യാഷ് അക്കൗണ്ടും. ക്യാഷ് ബുക്കിലല്ലേ നമ്മൾ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക. അപ്പൊ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്ക് എന്ന് പറയുന്നത് ഏതാണ്? ക്യാഷ് ബുക്ക് ആണ്. നെക്സ്റ്റ്, ഓൾ സെയിൽസ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ സെയിൽസ് പർച്ചേസ് ഒക്കെ സർവീസസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡേ ബുക്ക് ഉണ്ടാവില്ലേ? സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സെയിൽസും പർച്ചേസും ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്താണോ ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണല്ലോ ഡേ ബുക്ക്, രജിസ്റ്റേഴ്സ്, ലെഡ്ജേഴ്സ്. അപ്പോൾ അതും എന്ത് ചെയ്യാം? വേണം ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ. മൂന്നാമത്തെ, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ കമ്പനി. അസറ്റ്സും ലയബിലിറ്റീസും കമ്പനീസിന്റെ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വേണം. അത് ഏതൊക്കെയാ? അസറ്റ് രജിസ്റ്റർ ഉണ്ടാവും, ഷെഡ്യൂൾസ് ഉണ്ടാവും, അതേപോലെ തന്നെ ലെഡ്ജേഴ്സും. ഇത്രയും കാര്യങ്ങളായിരിക്കും അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് കാണിക്കുന്ന ഷെഡ്യൂൾ, രജിസ്റ്റേഴ്സ്. ഇതിന് പറയുന്ന പേരാണെന്ത്? ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. നാലാമത്തത്, ദ ഐറ്റംസ് റിലേറ്റഡ് ടു കോസ്റ്റ്. നിങ്ങളുടെ കോസ്റ്റ് അക്കൗണ്ടന്റ് ആണല്ലോ, കോസ്റ്റ് അക്കൗണ്ടന്റ് ആവാൻ വേണ്ടിയിട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പൊ കോസ്റ്റ് അക്കൗണ്ടന്റ് CMA കോസ്റ്റ് അക്കൗണ്ടന്റ് ചെയ്യുന്ന സമയത്ത് അത് റിലേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. ആ കോസ്റ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സും എന്തെന്നെയാണ്? ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരുന്ന ഡെഫിനേഷനിൽ വരുന്നതാണ്. അപ്പൊ നിങ്ങൾ എക്സാമിനേഷൻ എന്ത് ചെയ്യാം? ഷോർട്ട് നോട്ട് ചോദിച്ചേക്കാം, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് ചോദിച്ചേക്കാം. അപ്പൊ ഈ 4 കാര്യങ്ങൾ എഴുതണം. അതുപോലെ തന്നെ ഈ 4 കാര്യങ്ങളിൽ മാച്ച് ആവുന്ന, ഇപ്പൊ നിങ്ങളോട് പറയാണ് മണി റിസീവ്ഡ് ആൻഡ് എക്സ്പെൻഡഡ്, ഏത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലാണ് കാണിക്കേണ്ടത്? ഏത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലാണ്? ക്യാഷ് ബുക്കിൽ. ഓൾ അസറ്റ്സ് ആൻഡ് പർച്ചേസസ്, സെയിൽസ് ആൻഡ് പർച്ചേസസ് എവിടെ കാണിക്കണം? ഡേ ബുക്കിൽ. അപ്പൊ എങ്ങനെ ഓരോന്നിന്റെയും ബുക്ക് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം. ഇനി നെക്സ്റ്റ്, ഈ സെക്ഷൻ 128 പറയുന്നുണ്ട് ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മറ്റൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ പേപ്പർ ഫോർമാറ്റിൽ അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ നമുക്ക് കീപ്പ് ചെയ്യാം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സ്റ്റാറ്റ്യൂട്ടറി ബുക്സ്. സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? റീഡ് ചെയ്യുക. രജിസ്ട്രാർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഹെൽഡ് ആൻഡ് ദെയർ നെയിംസ്. ഇതിൽ നിങ്ങൾക്ക് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ, താഴെയുള്ളവയിൽ സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് ഏതാണെന്നുള്ളത് മനസ്സിലാവണം. ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്താൽ മതി? മനസ്സിലാക്കി പഠിച്ചാൽ മതി. ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കണം എന്നല്ല, ബട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇന്ന ടൈപ്പ് ഓഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കുക. അങ്ങനെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നല്ല, പക്ഷെ ചോദിച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ്, ആനുവൽ റിട്ടേൺ. നിങ്ങൾ ആനുവൽ റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ 92 കമ്പനീസ് ആക്ട് പഠിക്കുന്ന സമയത്തും പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ കുറെ സ്ഥലത്ത് ഓഡിറ്റിംഗ് ആണെങ്കിലും കമ്പനീസ് അക്കൗണ്ട്സിലാണെങ്കിലും കുറെ സ്ഥലത്ത് എലിജിബിലിറ്റി ഒക്കെ പറയുന്ന സമയത്ത്, കണ്ടീഷൻസ് ഒക്കെ പറയുന്ന സമയത്ത് പറയുന്നുണ്ടാവും ആനുവൽ റിട്ടേൺ കമ്പനി ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ അവർ എലിജിബിൾ അല്ല, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ ഫോളോ ചെയ്തിരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു സെക്ഷൻ ആണ് എന്ത്? സെക്ഷൻ 92. സെക്ഷൻ 92 ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്ന് പറയും. അപ്പൊ ഈ സെക്ഷൻ 92 എന്താണ് ശരിക്കും? ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആനുവൽ റിട്ടേണിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 92. ആനുവൽ റിട്ടേൺ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ABCD തൊട്ട് J വരെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ B, ഇറ്റ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് ആൻഡ് അതർ സെക്യൂരിറ്റീസ് ആൻഡ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് എന്ത് ചെയ്യണം? നമ്മൾ ആനുവൽ റിട്ടേൺ ആയിട്ട് വർഷത്തിൽ നമ്മളത് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഇതുവരെ എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്തു, പർച്ചേസ് ചെയ്തു, എത്ര ഹോൾഡിംഗ്സ് ഉണ്ട്, അതിന്റെ പാറ്റേൺസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആനുവൽ റിട്ടേൺ ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് ഒരു ആനുവൽ റിട്ടേൺ ആണ്. അതുപോലുള്ള കുറെ ആനുവൽ റിട്ടേൺസ് ഉണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് വായിച്ചു നോക്കാം. നെക്സ്റ്റ്, ഓക്കെ, ആനുവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നുകൂടി പറയുന്നേ ഉള്ളൂ. കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ ആനുവൽ ജനറൽ മീറ്റിംഗ് വെക്കണം എന്നും, അതുപോലെ തന്നെ എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം, ഏതാണ് അതിന്റെ ഫീസ്, പ്രിസ്ക്രൈബ് ഫീസ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെയാണ് ഈ ഒരു കണ്ടീഷനിൽ പറയുന്നത്. ജസ്റ്റ് ഇതും ചെയ്ത് നോക്കാം, ഒന്ന് വായിച്ചു നോക്കാം. ചിലപ്പോൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ എങ്ങാനും ചോദിച്ചാലോ. ഓക്കെ, സെക്ഷൻ 92 സബ്സെക്ഷൻ 4 further specify that every company shall file with the registrar a company of the annual return. അപ്പൊ കമ്പനി ഓഫ് ദ കമ്പനി റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യണം? ആനുവൽ റിട്ടേൺ എന്ത് ചെയ്യണം? എല്ലാ കമ്പനിയും രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യണം. ഓക്കെ, വിത്തിൻ 6 days. എത്ര ദിവസങ്ങളിൽ ഫയൽ ചെയ്യണം? വിത്തിൻ 6 days ഫ്രം ദ ഡേറ്റ് ഓഫ് ആനുവൽ ജനറൽ മീറ്റിംഗ്
ഈസ് ഹെൽഡ്. ആനുവൽ ജനറൽ മീറ്റിംഗ് നടന്നതിന് ശേഷം 6 ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ റിപ്പോർട്ട്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം. ഓർ അല്ലെങ്കിൽ വേർ നോ ആനുവൽ ജനറൽ മീറ്റിംഗ് ഈസ് ഹെൽഡ് ഇൻ എനി ഇയർ. ഇപ്പൊ ആനുവൽ ജനറൽ മീറ്റിംഗ് നടക്കുന്നിട്ടില്ലെങ്കിൽ വിതിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ്, ഓക്കെ ഇവിടെ 60 days ആണ്, 6 days അല്ലേ, ഞാൻ 6 days എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, 60 days ആണ്. 60 daysനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം. ആനുവൽ ജനറൽ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് വിച്ച് ആനുവൽ ജനറൽ മീറ്റിംഗ് ഷുഡ് ഹാവ് ബീൻ held together with the statement specifying the reason for not holding the annual general meeting. അപ്പോൾ ആനുവൽ ജനറൽ മീറ്റിംഗ് നടന്നില്ലെങ്കിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് കഴിഞ്ഞ് 60 daysനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം. ആനുവൽ ജനറൽ മീറ്റിംഗ് നടന്നിട്ടില്ലെങ്കിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് നടക്കാൻ പോകുന്ന ഒരു ഡേറ്റ് ഉണ്ടാവണമല്ലോ, ഒരു മിനിമം ഡേറ്റ് ഉണ്ട്. ആ മിനിമം ഡേറ്റിനുള്ളിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് നടന്നിരിക്കണം. അപ്പോൾ ആ ഒരു ഡേറ്റ് എപ്പോഴാണെന്നോ ആ ഡേറ്റ് മുതൽ 60 daysന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് സബ്മിറ്റ് ചെയ്യണം. വിത്ത് റീസൺ, എന്ത് ആനുവൽ ജനറൽ മീറ്റിംഗ് എന്തുകൊണ്ട് നടന്നിട്ടില്ല എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യേണ്ടതുണ്ട്. വിത്ത് സച്ച് ഫീസ് ഓർ അഡീഷണൽ ഫീസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യുമ്പോൾ എത്രയാണോ ഫീസ് കണക്കായിട്ടുള്ളത് ആ ഒരു ഫീസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, കൊടുക്കാൻ. സോ ദാറ്റ്സ് അബൌട്ട്, എന്താ പറയുക, ഇതൊക്കെയാണ് നമ്മളെ ഇൻട്രൊഡക്ഷൻ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, യൂണിറ്റ് ഇഷ്യൂ ഓഫ് ഷെയർസും മറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജേണൽ എൻട്രീസും ഷെയർസ് ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പോയാലോ, സെറ്റ് അല്ലേ? അപ്പോൾ എനിക്കറിയാം ഈ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് അത്ര വലിയ രസമുള്ള പരിപാടി എന്നല്ല. ഇൻട്രൊഡക്ഷൻ നമുക്ക് ഇങ്ങനെ വായിച്ച, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾ ബുക്ക് പോയിട്ട് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ബുക്ക് നോക്കി നോക്കുക എങ്ങനെയാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ ആ ബുക്ക് നമ്മൾ ഫുള്ള് വായിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഈ ഒരു PDF നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ഈ സെയിം ആപ്പിൽ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്ത സ്ഥലത്ത് തന്നെ നോട്ട്സ് ആയിട്ട് സെപ്പറേറ്റ് ഈ നോട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ നോട്ട് കൊണ്ട് പഠിക്കുന്നു വേണ്ട, ഈ നോട്ട് ഞാൻ എന്തായാലും പ്രൊവൈഡ് ചെയ്യും. ഓരോ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അതിനനുസരിച്ച് ഞാൻ നോട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും വായിക്കണം. അപ്പം അതിൽ നിന്ന് തന്നെ ഏകദേശം കുറച്ചിട്ടാണ് ഞാനിവിടെ നോട്ട്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നമ്മൾ വായിക്കാതെ നമുക്ക് പറ്റില്ല, കാരണം MCQ മറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോവന്നെ വേണം. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് ടോപ്പിക് എന്നുള്ളത്, അല്ലെങ്കിൽ നെക്സ്റ്റ് യൂണിറ്റ് ആണ് നമ്മളെ മെയിൻ ഷെയർസുമായിട്ട് ബന്ധപ്പെട്ട് പോവാണ്. കമ്പനീസുമായിട്ട് ബന്ധപ്പെട്ട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, കമ്പനിയുടെ ടൈപ്സ് ഓഫ് ഇത് പറഞ്ഞു, എന്തുകൊണ്ട് കമ്പനീസ് അക്കൗണ്ട്സിന് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു, കമ്പനീസിനെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആ ഒരു ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആനുവൽ റിട്ടേൺ എന്താണെന്ന് പറഞ്ഞു, സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് എന്താണെന്ന് പറഞ്ഞു, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്താണെന്ന് പറഞ്ഞു, ബുക്ക് ആൻഡ് പേപ്പർ എന്താണെന്ന് പറഞ്ഞു. ഇനി അടുത്തത് നെക്സ്റ്റ് യൂണിറ്റ്സ് നമ്മളിങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, മനസ്സിൽ ഇങ്ങനെ കുറിച്ച് വെക്കാം. ഓക്കെ, ആദ്യം ഇൻട്രൊഡക്ഷൻ, കമ്പനി എന്താന്ന് പറഞ്ഞു, കമ്പനിയുടെ ഫീച്ചേഴ്സ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടൈപ്സ് ഓഫ് കമ്പനീസ് പറഞ്ഞു എന്നൊക്കെ ആലോചിച്ച് വേണം നമ്മുടെ മൈൻഡിൽ എന്ത് ചെയ്യാം, ഇത് സ്ട്രക്ചർ ചെയ്ത് വെക്കാൻ. അല്ലാതെ നമ്മൾ അവിടെ നിന്ന് വായിക്കുന്നു ഇവിടുന്ന് വായിക്കുന്നു പിന്നെ തിരിച്ചു പോകുന്നു അങ്ങനെ ആക്കാതെ കംപ്ലീറ്റ് നമ്മൾ സ്ട്രക്ചർ ആദ്യം മനസ്സിൽ പ്ലാൻ ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ സ്റ്റോർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇതൊക്കെ ചാപ്റ്റർ ഹെഡിങ് നമുക്ക് നോക്കാം. എന്താണ് ഷെയർ, അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഷെയർ എന്ന് പറയുന്നത്, നമ്മൾ പറയില്ലേ, നമ്മളൊരു ഫ്രണ്ട്സിന്റെ കൂടെ ഹോട്ടലിൽ പോയാൽ നമ്മൾ പൈസ കൊടുക്കാൻ വേണ്ടി പറയില്ലേ, എൻ്റെ ഷെയർ എത്രയാ എന്ന് ചോദിക്കൂലേ, എന്താ എൻ്റെ ഷെയർ, ഞാൻ കൊടുക്കേണ്ട, അല്ലെങ്കിൽ എൻ്റെ ഒരു പാർട്ട് ഉണ്ടാവും എക്സ്പെൻസ്, അത് ഞാൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ഷെയർ ഞാൻ കൊടുക്കുകയാണ്. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്ന ഷെയർ ആൻഡ് ഷെയർ ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഒരു ബിസിനസ് പറഞ്ഞു, ഓണർ സെപ്പറേറ്റ് ആയിരിക്കും, മാനേജ്മെന്റ് സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞു. ഒരു റിലയൻസ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ ഓണർഷിപ്പ് എനിക്കാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളാണ് അതിൻ്റെ ഓണേഴ്സ് എങ്കിൽ, നമ്മൾ ഈ സാധനം പർച്ചേസ് ചെയ്യണ്ടേ, അതിൻ്റെ ഓണർഷിപ്പ് പർച്ചേസ് ചെയ്യണ്ടേ. ഓണർഷിപ്പ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു കാര്യമാണെന്ത്, ഒരു ബിസിനസ് ആകുമ്പോൾ എന്തുണ്ടാവും, അവിടെ ഒരു ക്യാപിറ്റൽ ഉണ്ടാവുമല്ലോ. ഈ ക്യാപിറ്റൽ അവർ ഡിവൈഡ് ചെയ്യും ടു സ്മോൾ യൂണിറ്റ്. ഈ സ്മോൾ യൂണിറ്റിന് പറയുന്ന, അല്ലെങ്കിൽ സ്മോൾ പാർട്ടിന് പറയുന്ന, അല്ലെങ്കിൽ സ്മോൾ ഷെയറിനാണ് എന്ത് പറയുന്നത്, ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ ഉണ്ട്, ആ കമ്പനിയുടെ ക്യാപിറ്റലിനെ ഡിവൈഡ് ചെയ്ത് സ്മോൾ യൂണിറ്റ് ആക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷെയർ എന്ന് പറയുന്നത്. ഷെയർ ക്യാപിറ്റൽ എന്ന് വെച്ചാലോ, നമ്മൾ ഈ ഷെയർ വാങ്ങാൻ വേണ്ടി ഒരു എമൗണ്ട് കൊടുക്കണ്ടേ. കമ്പനിയുടെ ഷെയർ നമ്മൾ വാങ്ങണമെങ്കിൽ ആ ഒരു എമൗണ്ട് കൊടുക്കണം. ആ കൊടുക്കുന്ന എമൗണ്ട് ആണ് എന്ത്, ആ ഒരു ഫണ്ട് ആണ് എന്ത്, ഷെയർ ക്യാപിറ്റൽ. അപ്പം വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഷെയർ എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ഒരു പാർട്ട് ഓഫ് ക്യാപിറ്റൽ ആണ്. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കൊടുക്കുന്ന ഫണ്ടാണ്. ഇതാണ് എന്ത്, ഷെയറും ക്യാപിറ്റലും തമ്മിലുള്ള കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഷെയർ എന്താണ് ക്യാപിറ്റൽ എന്താണെന്നുള്ള എക്സ്പ്ലനേഷൻ. നെക്സ്റ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ 84 എന്തുണ്ട്, ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഷെയർ എന്ന് വെച്ചാൽ എന്താ, ഷെയർ
means a share in the share capital of a company and includes stock. ഷെയർ എന്ന് പറയുന്നത് എന്താണ്? ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ ആണ് എ ഷെയർ എന്നാണ് പറഞ്ഞത്. ഒരു ഷെയർ ക്യാപിറ്റലിലെ ചെറിയൊരു പോർഷൻ ആണ് എന്ത് ഷെയർ എന്ന് പറയുന്നത്. ഇൻക്ലൂഡ്സ് സ്റ്റോക്ക്. സ്റ്റോക്കും കൂടി നമ്മൾ എന്ത് പറയും? ഷെയർ ആണ് എന്ന് പറയും. അപ്പോൾ സ്റ്റോക്ക് എന്ന് വെച്ചാൽ എന്താ? സ്റ്റോക്ക് റെപ്രസെന്റ്സ് അഗ്രിഗേറ്റ് ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് വിച്ച് ആർ ലീഗലി കൺസോളിഡേറ്റഡ്. ഓൾറെഡി നമ്മൾ പെയ്ഡ് അപ്പ് ആയിട്ടുള്ള കുറച്ച് ഷെയർസ് ഉണ്ട്. ആ ഷെയർസിനെ നമ്മൾ കൺസോളിഡേറ്റ് ചെയ്യുന്ന ഇതിനാണ് എന്ത് പറയുന്നത്? സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പെയ്ഡ് അപ്പ് ആയിട്ടുള്ള കുറച്ച് ഷെയർസ് ഉണ്ട്, അത് ലീഗലി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നിച്ച് മെർജ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കൂട്ടുന്നതിന്, കൺസോളിഡേറ്റ് ചെയ്യുന്നതിനാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയും? സ്റ്റോക്ക് എന്ന് പറയും. അതിന് ചെറിയ ചെറിയ ഭാഗങ്ങൾ നമുക്ക് എന്താ പറയാം? ഷെയർ എന്ന് പറയാം. ഓക്കെ, ഇതാണ്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ഷെയർ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? റീഡ്. ഇത് നിങ്ങൾക്ക് റീഡ് ഓപ്ഷൻ ആണ്. ഇത് നിങ്ങൾ വായിച്ച് നോക്കുക. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതിനാണ് സ്മോൾ യൂണിറ്റ് ഓഫ് ഓണർഷിപ്പ്. ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സെയിം ഒന്ന് വായിച്ച് നോക്കാം. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഷെയർസ്. നമ്മൾ ഷെയർ എന്താണെന്ന് പറഞ്ഞു, ഷെയർ ക്യാപിറ്റൽ എന്താണെന്ന് പറഞ്ഞു. ഈ ഷെയർ ക്യാപിറ്റൽ രണ്ട് ടൈപ്പ് ഉണ്ട്. എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള കാര്യം എന്താ? ഒന്ന് ഇക്വിറ്റി ഷെയർ ആണ്, രണ്ട് പ്രിഫറൻസ് ഷെയർസ് ആണ്. ഇക്വിറ്റി ഷെയർ ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. പ്രിഫറൻസ് ഷെയർസും ഇക്വിറ്റി ഷെയർസും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ആ പേരിലുള്ളത് തന്നെയാണ് എന്ത്? പ്രിഫറൻസ് ഷെയർസിന് കുറച്ച് പ്രിഫറൻസസ് കൂടുതലായിരിക്കും, കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലായിരിക്കും, അവർക്കാണ് മുൻഗണന നൽകുക. ഇക്വിറ്റി ഷെയർസിന് അത്ര മുൻഗണന ഉണ്ടാവില്ല, പാവങ്ങളാ, ലാസ്റ്റ് ആണ് എപ്പോഴും പരിഗണിക്കുക. അപ്പോൾ ഇക്വിറ്റി ഷെയർസ് അതിൻ്റെ കാറ്റഗറീസ് ഏതൊക്കെയാണെന്നത് പിന്നെ ഡിസ്കസ് ചെയ്യാം. പ്രിഫറൻസ് ഷെയർസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇത് നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് 5 കാറ്റഗറി. ബേസ്ഡ് ഓൺ redeemability, based on conversion, based on nature of dividend, based on accumulation of dividend, based on participation rights. അങ്ങനെ നമുക്ക് 5 കാറ്റഗറി ഉണ്ട്. ഈ 5 കാറ്റഗറിയിൽ ഒന്നുണ്ട് 2 ആയിട്ട് നമുക്ക് മൊത്തം 10 കാറ്റഗറി അല്ലെങ്കിൽ 10 ഡിവിഷൻ ഉണ്ട്. ആർക്ക്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ബേസ്ഡ് ഓൺ റെഡീമബിലിറ്റി. റെഡീമബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? റെഡീമബിൾ, റെഡീം ചെയ്യുക, ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുക. ഇപ്പോൾ റെഡീം ചെയ്യാൻ പറ്റുന്ന ഷെയർസ് ഉണ്ട്, ഇറഡീമബിൾ ഉണ്ട്. ഇറഡീമബിൾ എന്ന് വെച്ചാൽ എന്താ? റെഡീം ചെയ്യാൻ പറ്റാതെ, വിഡ്രോ ചെയ്യാൻ പറ്റാതെ, തീർന്നു. അതിന് വലിയ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. നമുക്ക് റെഡീം ചെയ്യാൻ പറ്റുന്നതുണ്ട്. അതായത് നമ്മൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എടുത്തു, 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ച് പൈസ ഇങ്ങോട്ട് തരും എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഉണ്ട്. അല്ലെങ്കിൽ ഇറഡീമബിൾ ഉണ്ട്. അങ്ങനെ 5 വർഷം 10 വർഷം ഒന്നുമില്ല, ബിസിനസ് കഴിയുന്നതിന് ശേഷം മാത്രമേ നമ്മൾ പൈസ തിരിച്ചു തരുള്ളൂ. ഓക്കെ, ബേസ്ഡ് ഓൺ കൺവേർഷൻ റേറ്റ്. നമുക്ക് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ഉണ്ടാവും, നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ഉണ്ടാവും. കൺവേർട്ടബിൾ എന്ന് വെച്ചാൽ എന്താ? കൺവേർഷൻ ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ നിങ്ങൾ സിലബസ് ഒക്കെ ന്യൂ സിലബസിലേക്ക് കൺവേർട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്താണ് കൺവേർഷൻ? ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുന്നതാണ് കൺവേർഷൻ, അല്ലേ? ഇപ്പൊ പ്രിഫറൻസ് ഷെയർസിനെ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഇക്വിറ്റി ഷെയർസിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഫോം നമുക്ക് കൺവേർട്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഓപ്ഷനെയാണ് എന്ത് പറയുന്നത്? കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി കൺവേർട്ടബിൾ ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ അതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ അങ്ങനെ കൺവേർട്ടബിൾ ചെയ്യാൻ പറ്റുന്നതാണ് കൺവേർട്ടബിൾ. അപ്പോൾ നോൺ കൺവേർട്ടബിളോ? കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, നെക്സ്റ്റ്, ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രിഫറൻസ് ഷെയർസിനെ 2 കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ഫിക്സ്ഡ് റേറ്റ്, 2 ഇൻക്രീസിങ് റേറ്റ്. ഫിക്സ്ഡ് റേറ്റ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് പ്രിഫറൻസ് ഷെയർസ് നിങ്ങൾ ചില ക്വസ്റ്റ്യൻസിലൊക്കെ കാണുന്ന സമയത്ത് നോക്കാം, 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താ? 10% ആയിരിക്കും അവർക്ക് ഡിവിഡൻഡ് എല്ലാ പ്രാവശ്യം കിട്ടുന്ന റിട്ടേൺ. അതൊരു ഫിക്സ്ഡ് റിട്ടേൺ ആയിരിക്കും. അങ്ങനെ ഫിക്സ്ഡ് റിട്ടേൺ ആണെങ്കിൽ അതിന് ഫിക്സ്ഡ് റേറ്റ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയും. ഇൻക്രീസിങ് റേറ്റോ? നമുക്ക് ഡിവിഡൻഡ് ഒന്നുണ്ട്, ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ പീരീഡ് കഴിയുന്ന സമയത്ത് നമുക്ക് ഇൻക്രിമെന്റ് ഉണ്ടെങ്കിൽ അതിന് അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയറിനാണ് നമ്മൾ എന്താ പറയുന്നത്? ഇൻക്രീസിങ് റേറ്റ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബേസ്ഡ് ഓൺ അക്യുമുലേഷൻ ഓഫ് ഡിവിഡൻഡ്. ക്യുമുലേറ്റീവ് എന്ന് കേട്ടിട്ടുണ്ടോ? അക്യുമുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അക്യുമുലേറ്റ് ചെയ്യുക, എല്ലാത്തിലും ഒന്ന് യോജിപ്പിക്കുക അല്ലെങ്കിൽ കൂട്ടി വെക്കുക, അക്യുമുലേറ്റ് ചെയ്യുക, ക്യുമുലേറ്റീവ്. അപ്പോൾ അക്യുമുലേഷൻ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിവിഡൻഡ്, ക്യുമുലേറ്റീവ് ഡിവിഡൻഡ് ഉണ്ടാവും, അതായത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ടാവും, നോൺ ക്യുമുലേറ്റീവ് ഉണ്ടാവും. നമുക്ക് തരാനുള്ള
ഒരു ഡിവിഡൻഡ് ഉണ്ടെന്ന് വിചാരിക്കാം. കഴിഞ്ഞ വർഷം നമുക്ക് 10,000 രൂപ തരാനുണ്ട് ഡിവിഡൻഡ് ആയിട്ട്. പക്ഷെ കഴിഞ്ഞ വർഷം നമുക്ക് 10,000 രൂപ തന്നിട്ടില്ല. അപ്പൊ നെക്സ്റ്റ് ഇയറിൽ ഒരു 5,000 രൂപയാണ് നമുക്ക് തരാനുള്ള ഡിവിഡൻഡ് എന്ന് വിചാരിക്കുക. ഈ 5,000ത്തിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യും, കഴിഞ്ഞ വർഷത്തെ 10,000 കൂടി അക്യുമുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒന്നിച്ചേരും. അങ്ങനെയുള്ള റൈറ്റ് ഉണ്ടെങ്കിൽ അതിനാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. അങ്ങനെ ക്യുമുലേറ്റ് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഇല്ലെങ്കിൽ അതിന് പറയുന്നതാണ് എന്ത്, നോൺ ക്യുമുലേറ്റീവ്. നെക്സ്റ്റ്, ബേസ്ഡ് ഓൺ പാർട്ടിസിപ്പേഷൻ റൈറ്റ്. പാർട്ടിസിപ്പേഷൻ റൈറ്റിന് ഉദ്ദേശിച്ച് നമുക്ക് രണ്ട് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയറും രണ്ട് നോൺ പാർട്ടിസിപ്പേറ്റീവ്. ഈ പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ നമ്മൾ നോർമലി കേട്ടിട്ടില്ല. നോർമലി ബാക്കിയുള്ളതൊക്കെ കേട്ടിട്ടുണ്ടാവാം, ഇത് കേൾക്കാൻ സാധ്യതയില്ല. അപ്പൊ ഇതിന് ബേസ് ചെയ്തിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ നോക്കാം. പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയറിൽ നമുക്ക് എക്സ്പ്ലെയിൻ നോക്കുന്ന സമയത്ത് പാർട്ടിസിപ്പേറ്ററി പ്രിഫറൻസ് ഷെയർസ് ആർ സച്ച് വെയർ ഹോൾഡേഴ്സ് ഹാവ് എ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ്, അല്ലെങ്കിൽ ക്ലെയിം, നമുക്ക് ക്ലെയിം ചെയ്യാൻ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരു റൈറ്റ് ഉണ്ട്. എന്തിന്റെ മുകളിൽ, ഇൻ ടു ദ റെസിഡ്യൂവൽ distributable profit after paying equity dividend and to participate into the residual asset in the event of liquidation. നമുക്ക് സാധാരണ ഒരു ഫിക്സ്ഡ് റേറ്റ് ആയിരിക്കും നമുക്ക് തരാനുള്ള ഡിവിഡൻഡ്, അല്ലെങ്കിൽ ഇൻക്രീസിങ് റേറ്റ് ആയിരിക്കും. ഇതൊന്നും കൂടാതെ അവസാനം നമ്മൾ ഡിവിഡൻസ് കൊടുക്കുക ആർക്കാന്ന് വെച്ചാൽ ഇക്വിറ്റി ഷെയർസിനാണല്ലോ. ഇക്വിറ്റി ഷെയർസിനും കൂടി കൊടുത്ത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും കൊടുത്ത് അതിനുശേഷം നമുക്ക് പിന്നെയും ഡിവിഡൻഡ് ബാക്കിയുണ്ടെങ്കിൽ ആ ഡിവിഡൻഡ് ആർക്ക് കിട്ടാനുള്ള അവകാശം ഉണ്ടാവും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാവും. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവരെയാണ് എന്ത് പറയുന്നത്, പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, നോൺ പാർട്ടിസിപ്പേറ്റീവ്. ദി പാർട്ടിസിപ്പേറ്ററി റൈറ്റ് ഈസ് ആൻ അഡീഷൻ ടു their യൂഷ്വൽ റൈറ്റ് ടു ഡിവിഡൻഡ് ആൻഡ് ക്യാപിറ്റൽ റീപേയ്മെന്റ്. അപ്പം ഈ ഒരു പാർട്ടിസിപ്പേഷൻ റൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇൻ അഡീഷൻ ടു യൂഷ്വൽ റൈറ്റ് ടു ഡിവിഡൻഡ്. നമുക്ക് ഡിവിഡൻഡ് ഫസ്റ്റ് കിട്ടാൻ ഒരു പ്രിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൂടാതെ അല്ലെങ്കിൽ ക്യാപിറ്റൽ റീപേയ്മെന്റിന് നമുക്കൊരു പ്രിഫറൻസ് ഉണ്ടല്ലോ. ഇതൊന്നും കൂടാതെയുള്ള ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആണ് ഇത് പാർട്ടിസിപ്പേറ്റീവ് എന്ന് പറഞ്ഞ നമുക്കുള്ള പ്രിഫറൻസ് ഷെയർ. നെക്സ്റ്റ്, നോൺ പാർട്ടിസിപ്പേറ്ററി എന്ന് വെച്ചാൽ എന്താ, ഇങ്ങനൊരു നമുക്ക് ഇങ്ങനൊരു റൈറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത പ്രിഫറൻസ് ഷെയർസിനാണ് നോൺ പാർട്ടിസിപ്പേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം ഡിവിഡൻസ് എത്ര ടൈപ്പുള്ള, 10 ടൈപ്പുള്ള. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രൂ ഓർ ഫോൾസ് ആയിട്ട് ചോദിച്ചേക്കാം. റെഡീമബിൾ എന്താ, ഇറഡീമബിൾ എന്താ എന്നൊക്കെ ട്രൂ ഓർ ഫോൾസ് ആയിട്ടും ചോദിച്ചേക്കാം. ഷോർട്ട് നോട്ട്സ് എഴുതാനും ചോദിച്ചേക്കാം. വാട്ട് ആർ ദ കാറ്റഗറീസ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്നോ ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഏതൊക്കെയാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഷോർട്ട് നോട്ടും നമുക്ക് എഴുതാൻ പറ്റണം. അപ്പം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ കണ്ടു. ഇനി ഷെയർ ക്യാപിറ്റലിന്റെ ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ അല്ല, ഒരു ഒന്നുകിൽ ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയാം. നമ്മൾ ഷെയറിന് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന കുറച്ച് കാറ്റഗറീസ് ഓഫ് ക്യാപിറ്റലാണ് നോമിനൽ എന്താ പറയാ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടൈപ്സ് എന്ന് പറയുന്നത്. ഒന്ന്, നോമിനൽ ഓർ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഈ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മാത്രമല്ല, പ്രിഫറൻസ് ഷെയർസിന്റെയും കൂടി കാറ്റഗറിയാണ് വരുന്നത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടൈപ്സ് അല്ല കേട്ടോ. ഷെയർ ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇക്വിറ്റി ഷെയറും വരും, പ്രിഫറൻസ് ഷെയർ വരും. ഇത് രണ്ടിന്റെയും ഒന്നിച്ചുള്ള ഒരു ബ്രോഡ് ആയിട്ടുള്ള കാറ്റഗറിയാണ് ഇവിടെ വരുന്നത്. ഒന്നാമത്തെ എന്താ, നോമിനൽ ഓർ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ മാക്സിമം എമൗണ്ട് ഓതറൈസ്ഡ് ടു റൈസ് ഫ്രം ദ കമ്പനി, ഓൾസോ കോൾഡ് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ. നമുക്ക് മാക്സിമം പബ്ലിക്കിന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ നമുക്ക് റൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്യാപിറ്റലിന്റെ ഒരു ലിമിറ്റ് ആണ് എന്ത്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റലിനെ പറയുന്ന വേറൊരു പേരാണ് നോമിനൽ ക്യാപിറ്റൽ, അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ. നെക്സ്റ്റ്, ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താ, പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അതായത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആണ്, വിച്ച് ഈസ് ഓഫേർഡ് ടു പബ്ലിക് ടു സബ്സ്ക്രൈബ്. നമുക്കൊരു ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉണ്ട്, അത് 10 lakh ആണെന്ന് വിചാരിക്കുക. 10 lakh നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ എന്ത് ചെയ്തു, ഒരു 8 lakh ഇഷ്യൂ ചെയ്തു. അങ്ങനെ 8 lakh ഇഷ്യൂ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലോ, പാർട്ട് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. നമ്മൾ ഇഷ്യൂ ചെയ്ത അതിന്റെ പാർട്ടാണ്. ഫോർ വിച്ച് അപ്ലിക്കേഷൻസ് ആർ റിസീവ്ഡ്. നമ്മൾ അപ്ലിക്കേഷൻ 8 lakh നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്തു, നമുക്കൊരു 7,50,000 അപ്ലിക്കേഷൻ കിട്ടി എന്ന് വെച്ചാൽ എന്താ, പബ്ലിക് എന്ത് ചെയ്യും, 7,50,000 ഷെയർസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പർച്ചേസ് ചെയ്തതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോൾഡ് അപ്പ് ക്യാപിറ്റൽ. കോൾഡ് അപ്പ് ക്യാപിറ്റൽ, എമൗണ്ട് ഓൺ
the shares which is actually demanded by the company to be paid. നമ്മൾ 7,50,000 യൂണിറ്റ്സിൻ്റെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്താലും നമ്മൾ ചില സമയത്ത് ലംസം ബേസ് അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെന്റ് ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷെയർസ് ഇഷ്യൂ ചെയ്യാം. ഇപ്പൊ ഇൻസ്റ്റാൾമെന്റ് ബേസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ അപ്ലിക്കേഷൻ മണി എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് ഉണ്ടാവും, അലോട്ട്മെന്റ് മണി എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് ഉണ്ടാവും, പിന്നെ കോൾ മണി എന്നൊക്കെ പറഞ്ഞിട്ടൊരു എമൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിളിക്കുന്നതിനനുസരിച്ചാണ് അവർ എന്ത് ചെയ്യുക, പേയ്മെന്റ് ചെയ്യുക. ഇപ്പോൾ 100 rupees പെർ ഷെയർ ആണെങ്കിൽ അപ്ലിക്കേഷൻ നമ്മൾ പറയുന്നത് 50 എടുക്കണം, അലോട്ട്മെന്റിൽ 25 എടുക്കണം, കോൾ മണി ആയിട്ട് 25 എടുക്കണം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇതാണ് എന്ത്, കാറ്റഗറി. അപ്പോൾ ഈ കാറ്റഗറി കോൾഡ് അപ്പ് ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, എമൗണ്ട് ഓൺ വിച്ച് ഷെയർസ് വിച്ച് ഈസ് ആക്ച്വലി ഡിമാൻഡഡ് ബൈ ദ കമ്പനി ടു ബി പെയ്ഡ്. ഒരു കമ്പനിയിലേക്ക് എത്ര എമൗണ്ട് ആണ് വിളിച്ചിട്ടുള്ളത് അത്ര എമൗണ്ട് അടക്കേണ്ടതുണ്ട്. അപ്പോൾ ആ വിളിക്കുന്ന ക്യാപിറ്റലിന് പറയുന്ന പേരാണ് എന്ത്, ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഈ കോൾഡ് അപ്പ് ക്യാപിറ്റലിന് ശേഷം വരുന്നതാണ് എന്ത്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പൊ നമ്മൾ കോൾഡ് അപ്പ് ക്യാപിറ്റൽ പെയ്ഡ് ക്യാപിറ്റലിന് ഡിഫറൻസ് എന്താ, പാർട്ട് ഓഫ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ ചെറിയൊരു പോർഷൻ ആണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഓഫേർഡ് ആൻഡ് ഈസ് ആക്ച്വലി പെയ്ഡ് മൈ മെമ്പേഴ്സ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്ലിക്കേഷൻ മണിയായിട്ട് 50 തരാൻ, 50 തന്നു, ഓക്കെ. അലോട്ട്മെന്റ് മണിയായിട്ട് നമ്മൾ എമൗണ്ട് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓക്കെ. അപ്പോൾ നമ്മൾ ടോട്ടൽ കോൾ ചെയ്തത് എത്രയാ, 75 കോൾ ചെയ്തല്ലോ. ഈ 75 കോൾ ചെയ്തിട്ട് തരാൻ പറഞ്ഞിട്ടും നമുക്ക് ഒരു 65 rupees ആണ് കിട്ടിയതെന്ന് വിചാരിക്കുക ഒരാളെടുത്ത് നിന്ന്. അങ്ങനെയാണെങ്കിൽ ഈ 65 rupeesന് പറയുന്ന പേരാണ് എന്ത്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഓക്കെ. അപ്പോൾ പെയ്ഡ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്, 65, അതായത് കോൾഡ് അപ്പ് ചെയ്തു, ഈ കോൾഡ് അപ്പിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള പെയ്ഡ് ആയിട്ടുള്ള എമൗണ്ടിനെയാണെന്ന് പറയുന്നത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം ഈ പെയ്ഡ് അപ്പ് ആണെങ്കിൽ അതിന് ബാക്കിയുള്ള ഒരു പോർഷൻ ഇല്ലേ, 75 നമ്മൾ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, 65 മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി ഒരു 10 ഇല്ലേ, ഈ 10ന് പറയുന്ന പേരാണ് എന്ത്, അൺപെയ്ഡ് എമൗണ്ട്. അൺപെയ്ഡ് എമൗണ്ട് ഈസ് ഓൾസോ നോൺ ആസ് കോൾസ് ഇൻ അരിയേഴ്സ്. അപ്പോൾ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു അൺപെയ്ഡ് പോർഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ കോൾസ് ഇൻ അഡ്വാൻസ് എന്നുണ്ടാവും. ഒന്നെങ്കിൽ നമുക്ക് 75 വിളിച്ച സമയത്ത് എന്ത് ചെയ്തു, 65 തന്നു, ബാക്കി 10 എന്ന് പറയുന്നത് എന്താണ്, കോൾസ് ഇൻ അരിയേഴ്സ് ആണല്ലോ. നെക്സ്റ്റ് 75 അടക്കാൻ പറഞ്ഞ സമയത്ത് എന്ത് ചെയ്തു, എടുത്ത് വന്നിട്ട് 80 രൂപ അടിച്ചു. ഈ 5 ഇല്ല എക്സ്ട്രാ, ഈ എക്സ്ട്രാ 5 എന്ന് പറയുന്നത് എന്താണ്, കോൾസ് ഇൻ അഡ്വാൻസ് ആയിരിക്കും. ഇതാണ് നെക്സ്റ്റ് കാറ്റഗറി. ഇനി അടുത്തത് റിസർവ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു റിസർവ്ഡ് ക്യാപിറ്റലും കൂടി ഉണ്ട്, ഒരു കാറ്റഗറീസ് ഓഫ് ക്യാപിറ്റലും ഉണ്ടാവും. ഈ ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് എ പോർഷൻ ഓഫ് ദ അൺകോൾഡ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. കോൾ ചെയ്ത ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞല്ലോ, അങ്ങനെ അൺകോൾഡ് ആയിട്ടുള്ള ഒരു പോർഷൻസ് ആണ് ഇത്. നമ്മളോട് 100 ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 100ൽ നമ്മൾ ഇതുവരെ വിളിച്ചത് 75 മാത്രമായിരുന്നു, ബാക്കി എത്രയും കൂടി ഉണ്ട്, നമുക്ക് 25 കൂടി കോൾ ചെയ്യാനുണ്ട്. അപ്പോൾ അൺകോൾഡ് ആയിട്ടുള്ള പോർഷൻ ആണ് എന്ത്, റിസർവ്ഡ് ക്യാപിറ്റൽ. ഫോർ പേയ്മെന്റ് ഓൺലി ഇൻ ദി ഇവന്റ് ഓഫ് ലിക്വിഡേഷൻ ഓഫ് കമ്പനി. കമ്പനിയുടെ ലിക്വിഡേഷന്റെ സമയത്ത് മാത്രം നമ്മൾ കോൾ ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു അൺകോൾഡ് ആയിട്ടുള്ള ക്യാപിറ്റലാണ് നമ്മൾ എന്ന് പറയുന്നത് റിസർവ്ഡ് ക്യാപിറ്റൽ. തീർന്നു. നെക്സ്റ്റ് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞു. ഇഷ്യൂ ചെയ്യുന്നതിന് തന്നെ നമുക്ക് കുറെ കാറ്റഗറീസ് ഉണ്ട്, വാരിയസ് ടൈപ്സ് ഓഫ് ഷെയർ ഇഷ്യൂ. നമുക്ക് പബ്ലിക് ഇഷ്യൂ ഉണ്ട്, പ്രൈവറ്റ് ഇഷ്യൂ ഉണ്ട്, റൈറ്റ് ഇഷ്യൂ ഉണ്ട്, ബോണസ് ഇഷ്യൂ ഉണ്ട്, ഓഫേഴ്സ് ഫോർ സെയിൽസ്. ഇതൊന്നും നമുക്ക് തിയറി ആയിട്ട് ചോദിക്കുകയും ചെയ്യില്ല, ഇതൊക്കെ നമുക്ക് പ്രോബ്ലംസ് ആയിട്ടും ക്വസ്റ്റ്യൻസിലൊക്കെ ചെയ്യാനുള്ളതാണ്. പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത് എന്താ, പേരെന്നെ എന്താണ് പബ്ലിക് ഇഷ്യൂ. പബ്ലിക്കലി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്നതാണ് എന്ത്, പബ്ലിക് ഇഷ്യൂ. രണ്ട് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് വെച്ചാലോ, നമ്മൾ പബ്ലിക്കിൽ കൊടുക്കാതെ നമ്മൾ മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ ഉള്ളിലേക്ക് കൂടി നമ്മൾ റൈസ് ചെയ്യുന്ന ഫണ്ടാണ് എന്ത്, പ്രൈവറ്റ് പ്ലേസ്മെന്റ്. മൂന്ന് റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഒരു റൈറ്റ് ആണ് എന്ത്, അറ്റ് എ പ്രൈസ് ബിലോ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് എന്ന് ചിലപ്പോൾ 120 രൂപ ഉള്ള ഷെയർസ് നമ്മൾ എന്ത് ചെയ്യും, 90 രൂപക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും, ഒരു റൈറ്റ് കൊടുക്കും. അതിനെയാണ് പറയുന്നത് റൈറ്റ് ഇഷ്യൂ. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പഠിക്കാനുണ്ട്. ബോണസ് ഇഷ്യൂ. ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത് എന്താ, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് വിത്തൗട്ട് എനി കൺസിഡറേഷൻ, നമ്മളെ കയ്യിൽ നിന്ന് കൺസിഡറേഷൻ ഒന്നും വാങ്ങാതെ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എന്ത് ചെയ്യും, ബോണസ് ആയിട്ട് അങ്ങോട്ട് ഒരു എക്സ്ട്രാ എമൗണ്ട് കൊടുക്കുന്നതാണ് എന്ത്, ബോണസ് ഇഷ്യൂ. നെക്സ്റ്റ് ഓഫേഴ്സ് ഫോർ സെയിൽ. ഈ ഓഫേഴ്സ് ഫോർ സെയിൽ എന്ന് പറയുന്നത് എന്താണ്, ഈ പ്രൊമോട്ടേഴ്സിന് എന്ത് ചെയ്യും, പ്രൊമോട്ടേഴ്സ് കുറെ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. റിലയൻസ് കമ്പനിയിൽ മുകേഷ് അംബാനി കുറെ എമൗണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അയാൾ തീരുമാനിക്കണം എന്ത്, എനിക്ക് ഇത്ര ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ പബ്ലിക്കിൽ വിൽക്കുകയാണ് എന്ന് വിചാരിച്ച് ആ പ്രൊമോട്ടേഴ്സ് വിൽക്കുന്ന അവരുടെ ഹോൾഡിങ്സ് ലിസ്റ്റഡ് കമ്പനീസിലേക്ക് വിൽക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് എന്ത്, ഓഫർ ഫോർ സെയിൽ. അതൊന്നും വലിയ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
നെക്സ്റ്റ് പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർസ്. നമ്മളിവിടെ പറഞ്ഞ കാറ്റഗറിയിൽ ഒരു കാറ്റഗറിയാണെന്ത് പബ്ലിക് ഇഷ്യൂ. ആ പബ്ലിക് ഇഷ്യൂ ഡിവൈഡഡ് ബൈ 2. പബ്ലിക് ഇഷ്യൂ ബ്രോഡ്ലി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫിക്സ്ഡ് പ്രൈസ് മെത്തേഡ് ആണ്, രണ്ട് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് ആണ്. രണ്ട് മെത്തേഡ് ഓക്കെ അല്ലേ? ഒന്ന് ഫിക്സ്ഡ് പ്രൈസ് മെത്തേഡ് ആണ്, രണ്ട് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. ഫിക്സ്ഡ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഇഷ്യൂഡ് അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ്. ഫിക്സ്ഡ് പ്രൈസ് മെത്തേഡ് നമ്മൾ ഇഷ്യൂ ചെയ്യാണ്. നമ്മളൊരു കമ്പനി ആണെങ്കിൽ നമ്മൾ കമ്പനിയുള്ള ഷെയർസ് നമ്മൾ പബ്ലിക്കലി ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് ഒരു പ്രൈസ് പറയും. എൻ്റെ ഷെയറിന്റെ വാല്യൂ, ഫേസ് വാല്യൂ 100 rupees. അതിന്റെ പ്രോസ്പെക്ടസും മറ്റൊക്കെ ഞാൻ ഇറക്കും. അതിനുശേഷം പബ്ലിക്കിൽ അറിയും എന്ത്? ജംഷീർ പ്രൈവറ്റ് ലിമിറ്റഡ്, ജംഷീർ ഗ്ലാസസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ആ കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്യും? പ്രോസ്പെക്ടസിലേക്ക് കൂടി അറിയും. അതിനുശേഷം അവർ പർച്ചേസ് ചെയ്യും. അങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് വേണമെങ്കിൽ ഒന്നെങ്കിൽ ലംസം മോഡൽ നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ബേസിസിൽ വാങ്ങാം. ജസ്റ്റ് മനസ്സിൽ വെക്കുക, ലംസം ബേസ് ഉണ്ടെന്ന് പറയാം, മനസ്സിലാക്കാം. ഇൻസ്റ്റാൾമെന്റ് ബേസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അപ്ലിക്കേഷൻ 50, അലോട്ട്മെന്റ് 25, കോൾ മണി 25. ഇതെന്താണ്? ഇൻസ്റ്റാൾമെന്റ് ബേസ് ആണ്. നമ്മൾ പറയുകയാണെന്ത്? ടോട്ടൽ ഫുൾ എമൗണ്ട് 100 rupees ഒന്നിച്ച് തരണം എന്ന് പറയുന്നത് ലംസം. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് ഫിക്സ്ഡ് പ്രൈസ് മെത്തേഡ്. രണ്ടാമത്തെ പബ്ലിക് ഇഷ്യൂ മെത്തേഡ് എന്ന് പറയുന്നത് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. ഷെയർസ് ആർ നോട്ട് ഓഫേർഡ് അറ്റ് എനി പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസിൽ നമ്മൾ ചെയ്യുന്ന പറഞ്ഞത്, പക്ഷെ ഇവിടെ എന്ത് ചെയ്യില്ല, ഒരു പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസിലല്ല ചെയ്യുക. പിന്നെന്ത് ചെയ്യുക? ബട്ട് ദ ഫൈനൽ ഷെയർ ഈസ് ഡിറ്റർമൈൻഡ് ആഫ്റ്റർ കളക്ടിങ് ബിഡ്സ് ഫ്രം ദ ഇൻവെസ്റ്റേഴ്സ് അറ്റ് വേരിയസ് പ്രൈസസ് വിത്തിൻ എ പ്രൈസ് ബാൻഡ് ഹാവിംഗ് എ മിനിമം പ്രൈസ് നോൺ ആസ് ഫ്ലോർ പ്രൈസ് ആൻഡ് മാക്സിമം പ്രൈസ് നോൺ ആസ് ക്യാപ് പ്രൈസ്. ശരിക്കും ശ്രദ്ധിക്കുക, MCQ അല്ലെങ്കിൽ ഷോർട്ട് നോട്ടായിട്ട് നിങ്ങളോട് ചോദിച്ചേക്കാം. ബുക്ക് ബിൽഡിംഗ് മെത്തേഡിൽ പറയുന്ന ഒരു ടേം ആണ് ഫ്ലോർ പ്രൈസും ക്യാപ് പ്രൈസും. ഓർമ്മിക്കാൻ വേണ്ടി, ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിലയല്ലേ, താഴെ. ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ക്യാപ്പ് എപ്പോഴാണ് നമ്മൾ ഇടാം? തലക്കല്ലേ, മുകളിലല്ലേ, മുകളിൽ. അപ്പം ഏറ്റവും മിനിമം പ്രൈസിന് പറയുന്ന പേരാണ് എന്ത്? ഫ്ലോർ പ്രൈസ്. മാക്സിമം പ്രൈസിന് പറയുന്നതാണ് എന്ത്? ക്യാപ് പ്രൈസ്. അപ്പോൾ ഫ്ലോർ പ്രൈസിന്റെ ഒരു ക്യാപ് പ്രൈസ്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, എൻ്റെ ഷെയർസ് ഞാൻ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്ന മിനിമം ഫ്ലോർ പ്രൈസ് എന്ന് പറയുന്നത് 200, മാക്സിമം എനിക്കൊരു 800, ഇതിൻ്റെ ഉള്ളിലായിരിക്കണം എനിക്ക് കിട്ടേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള ഒരു ബാൻഡ് ഇതുണ്ടാവും, പ്രൈസ് ബാൻഡ് ഉണ്ടാവും. ആ പ്രൈസ് ബാൻഡിന്റെ ഉള്ളിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ഇൻവെസ്റ്റേഴ്സ് ബിഡ് വിളിക്കും. അതായത് ബിഡ് വിളിക്കുക മീൻസ് ലേലം വിളിക്കുക. അങ്ങനെ ലേലം വിളിച്ചിട്ട് പ്രൈസ് എന്ത് ചെയ്യും? പറയും. അങ്ങനെ പ്രൈസ് കിട്ടിയതിന് ശേഷം നമ്മളൊരു പ്രൈസ് ഏതാണെന്നുള്ളത് തീരുമാനിക്കല്ലോ. ആ പറയുന്ന പ്രൈസിന്റെ പേരാണെന്ത്? കട്ട് ഓഫ് പ്രൈസ്. ഇപ്പൊ ഞാനിങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് ബിഡ് ചെയ്തതിൽ ഒരാൾ എന്തുണ്ട്? 750 ആണ് ബിഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്തു? അതിന് തീരുമാനിച്ചു. ആ കട്ട് ഓഫ് പറയുന്ന പ്രൈസിന്റെ പേരാണെന്ത്? അങ്ങനെ കട്ട് ചെയ്യുന്ന പ്രൈസിന്റെ പേരാണ് കട്ട് ഓഫ് പ്രൈസ്. ദ പ്രൈസ് അറ്റ് വിച്ച് ദ ഷെയർസ് ആർ അൾട്ടിമേറ്റ്ലി അലോട്ടഡ് ഈസ് കോൾഡ് കട്ട് ഓഫ് പ്രൈസ്. നെക്സ്റ്റ്, ദ പ്രൊസീഡ്സ് ആർ നോർമലി കളക്റ്റഡ് ലംസം ബേസിസ് ആൻഡ് അക്കൗണ്ടഡ് അക്കൗണ്ട്ലി. അപ്പം ഈ ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് നമ്മൾ നോർമലി എന്തുണ്ടാവില്ല? ഇൻസ്റ്റാൾമെന്റ് ബേസ് ഉണ്ടാവില്ല, ലംസം ബേസിലാണ് പോവുക. അപ്പം ഇഷ്യൂ ഓഫ് ഷെയർസ്, പബ്ലിക്കലി ഇഷ്യൂ ചെയ്യുന്ന 2 ഷെയർസ് ഉണ്ട്. 2 ടൈപ്സ് ഓഫ് മെത്തേഡ് ഉണ്ട്, ഫിക്സ്ഡ് പ്രൈസ് മെത്തേഡും അതുപോലെ തന്നെ ബുക്ക് ബിൽഡിംഗ് മെത്തേഡും. ഫിക്സ്ഡ് പ്രൈസ് മെത്തേഡ് പ്രകാരം നമ്മൾ ഒരു പ്രൈസ് ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടാവും. ആ പ്രൈസ് നമ്മൾ ഇഷ്യൂ ചെയ്യുകയാണ് പതിവ്. രണ്ടാമത് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് നമ്മൾ എന്താ ചെയ്യുന്നത്? ബിഡ്സ് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ലേലം വിളിക്കും. ആ ലേലം വിളിക്കുന്നതിന് നമുക്കൊരു പ്രൈസ് ഉണ്ടാവും. ആ പ്രൈസ് ലെവൽ എന്താ? ഒന്ന് ഫ്ലോർ പ്രൈസും, രണ്ട് ക്യാപ് പ്രൈസും. അപ്പൊ ഫ്ലോർ പ്രൈസ് എന്ന് പറയുന്നത് മിനിമം എമൗണ്ട് ആണ്, ക്യാപ് പ്രൈസ് എന്ന് പറയുന്നത് മാക്സിമം എമൗണ്ട് ആണ്. ഇൻ ബിറ്റ്വീൻ ഒരു എമൗണ്ട് എടുക്കും. അങ്ങനെ എമൗണ്ട് എടുത്ത് അവസാനം നമ്മൾ കൊടുക്കുന്ന അലോട്ട് ചെയ്യുന്ന പ്രൈസിന് പറയുന്ന പേരാണെന്ത്? കട്ട് ഓഫ് പ്രൈസ്. അപ്പം MCQ വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക, തെറ്റിപ്പോകരുത്. ഇത്രയും തിയറീസ് ആണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്? നോർമലി ഷെയർസുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ജേണൽ എൻട്രീസ് അതുപോലെ തന്നെ ഇഷ്യൂ ഷെയർസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ഉള്ളത്. സോ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ ആൻഡ് പ്രീമിയം. പാറിലും പ്രീമിയം നമുക്ക് ഷെയർസ് വേണമെങ്കിൽ പാറിലും ഇഷ്യൂ ചെയ്യാം, അതുപോലെ തന്നെ പ്രീമിയത്തിലും ഇഷ്യൂ ചെയ്യാം. പാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫേസ് വാല്യൂയിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു. അല്ലെങ്കിൽ പ്രീമിയം എന്ന് പറയുന്നത് ഫേസ് വാല്യൂവിനേക്കാളും എബോവ് ആയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതാണ് പ്രീമിയം ബേസ് എന്ന് പറയുന്നത്. ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഫേസ് വാല്യൂവിനേക്കാളും താഴെ. ഫോർ എക്സാമ്പിൾ 100 rupees ആണ് എൻ്റെ ഫേസ് വാല്യൂ എങ്കിൽ അതിന് ഇഷ്യൂ ചെയ്യുന്നതിന് പറയുന്ന പേരാണെന്ത്? ഇഷ്യൂഡ് അറ്റ് പാർ.
പ്രീമിയത്തിലാണ് എന്നെങ്കിൽ പാറിനേക്കാളും ഫേസ് വാല്യൂനേക്കാളും കൂടുതൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതാണ്. 3 ഇഷ്യൂഡ് അറ്റ് പ്രൈസ് അറ്റ് ഡിസ്കൗണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 100 റുപ്പീസിനേക്കാളും താഴെ 90 റുപ്പീസിനാണ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഡിസ്കൗണ്ടഡ് പ്രൈസ് എന്ന് പറയും. അപ്പം 3 മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെയർസ് ഇഷ്യൂ ചെയ്യാറുള്ളത്. ഇനി ജേണൽ എൻട്രി, നമ്മൾ ലംസം മെത്തേഡിൽ നമുക്ക് പബ്ലിക് ഇഷ്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെന്റ് ബേസിൽ നമുക്ക് പബ്ലിക് ഇഷ്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അതിൽ ഇൻസ്റ്റാൾമെന്റ് ഫസ്റ്റ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലംസം മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് ജേണൽ എൻട്രി, ഒന്നാമത്തെ കേസ്, ഷെയർസ് ആർ ഇഷ്യൂഡ് ഇൻ ലംസം ഓക്കെ ഓൺ ദ റെസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ മണി. നമ്മൾ പബ്ലിക്കിൽ എന്ത് ചെയ്യും, ഷെയർസ് ഇഷ്യൂ ചെയ്യും എന്ന് പറഞ്ഞു. പബ്ലിക്കിൽ ഇഷ്യൂ ചെയ്തതിനു ശേഷം നമ്മൾ ആ കാറ്റഗറി ഓർമ്മില്ലേ, ഇഷ്യൂ ഓഫ് ഷെയർസ്, ഷെയർ ക്യാപിറ്റലിന്റെ കുറച്ച് കാറ്റഗറി ഇൻസ്റ്റാൾമെന്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞില്ലേ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉണ്ടാവും. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, മാക്സിമം നമുക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. രണ്ടാമതൊരു ഇഷ്യൂഡ് ക്യാപിറ്റൽ ഉണ്ടാവും. ഇഷ്യൂഡ് ക്യാപിറ്റലിന് ശേഷം ഒരു സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ വെക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു ജേണൽ എൻട്രി ഇടേണ്ട ആവശ്യമില്ല. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ജേണൽ എൻട്രി ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് മുതലാണ് നമ്മൾ ജേണൽ എൻട്രി അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് ഓൺ ദ റെസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ മണി, നമുക്ക് എപ്പോഴാണ് ഈ അപ്ലിക്കേഷൻ മണി കിട്ടുക, നമ്മുടെ ഒരു ഷെയർ ഇഷ്യൂ ചെയ്തു, അത് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുക, അപ്ലിക്കേഷൻ മണി കിട്ടുക. അപ്പോൾ അപ്ലിക്കേഷൻ മണി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ. എന്തുകൊണ്ടാണ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റും ഷെയർ അപ്ലിക്കേഷന് ക്രെഡിറ്റും ചെയ്യുന്നതെന്ന് വെച്ചാൽ, ബാങ്ക് അക്കൗണ്ട് നമുക്ക് അപ്ലിക്കേഷൻ മണി കിട്ടുക എവിടെയാ, ബാങ്കിലേക്കല്ലേ. ബാങ്കിലേക്ക് എമൗണ്ട് കൂടുന്ന സമയത്ത്, ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് അല്ലേ, അസറ്റ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിനാണ് ഡെബിറ്റ് ചെയ്തു. ടു ഷെയർ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടി, ഒരു ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലിൽ ഒരു പോർഷൻ കിട്ടി. ആ ഷെയർ ക്യാപിറ്റൽ എന്നുള്ള പോർഷൻ നമ്മൾ ഷെയർ ക്യാപിറ്റലിലെ ലയബിലിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന പോർഷൻ, ക്യാപിറ്റൽ കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി നമ്മൾ കൂടുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യണമല്ലോ. സോ ഷെയർ അപ്ലിക്കേഷൻ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര എമൗണ്ടിനാണ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തത്, സബ്സ്ക്രൈബ്ഡ് എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ ഡൺ. രണ്ടാമത്തത്, ഫോർ എക്സസ് ഷെയർ അപ്ലിക്കേഷൻ മണി റീഫണ്ടഡ്. നമുക്ക് അപ്ലിക്കേഷൻ മണി കിട്ടുന്ന സമയത്ത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ അപ്ലിക്കേഷൻ മണി എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തു. നോക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് വെറും 8 lakh rupees ആയിരുന്നു. പക്ഷെ നമുക്ക് എന്തായി പോയി, 9 lakh rupees ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കമ്പനി അടിപൊളി ആയതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ ഇഷ്യൂ ചെയ്തത് മൊത്തം സബ്സ്ക്രൈബ് ചെയ്തു, കൂടുതൽ ആൾക്കാർ അപ്ലൈയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബാക്കി 1 lakh rupees എക്സ്ട്രാ ഇല്ലേ, ഈ 1 lakh rupees നമ്മൾ എന്ത് ചെയ്യണം, റീഫണ്ട് ചെയ്യണം. റീഫണ്ട് ചെയ്യുമ്പോൾ നേരെ തിരിച്ച് റിവേഴ്സൽ എൻട്രി, നമ്മളെ ബാങ്കിൽ നിന്ന് പോകണം, ബാങ്കിൽ നിന്ന് കുറയുന്ന സമയത്ത് ബാങ്കിന് ക്രെഡിറ്റ് ചെയ്യാം. ഷെയർ അപ്ലിക്കേഷൻ എന്നുള്ള ഒരു ലാബിലിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇനി ഇല്ല, അത് കുറയ്ക്കാണ്, തിരിച്ചു കൊടുക്കാണ് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. മൂന്നാമത്തെ എൻട്രി, അലോട്ട്മെന്റ് ഓഫ് ഷെയർസ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഷെയർസ് അപ്ലിക്കേഷൻ വാങ്ങിയതിന് ശേഷം നമ്മൾ തീരുമാനിച്ചു, ഓക്കെ ഇത്ര നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് അലോട്ട് ചെയ്യാം എന്ന് കമ്പനി തീരുമാനിച്ചതിന് ശേഷം കമ്പനി അപ്ലിക്കേഷൻ മണിയിൽ നിന്നും ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റി വെക്കുന്ന എമൗണ്ട് ആണ് ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. സിമ്പിൾ അല്ലേ, കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലല്ലോ. ആദ്യം നമുക്ക് അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നു, ജേണൽ എൻട്രി എന്താ, ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ അപ്ലിക്കേഷൻ എമൗണ്ട്. 2 എന്തെങ്കിലും റീഫണ്ട് എമൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ എക്സസ് ഉണ്ടെങ്കിൽ ജേണൽ എൻട്രി എന്താ, ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. മൂന്നാമത് നമ്മൾ ഈ ഷെയർ അപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. അലോട്ട് ചെയ്യുന്ന സമയത്ത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകും, ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ കൂടിയില്ലേ, ഇനി ഷെയർ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലാബിലിറ്റി നമുക്ക് അവിടെ ഉണ്ടോ, ആ ലാബിലിറ്റി ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ലാബിലിറ്റി കുറയുന്ന സമയത്ത് ഡെബിറ്റ് ചെയ്തു. ഷെയർ ക്യാപിറ്റൽ നമ്മൾ ക്യാപിറ്റൽ കൂടുന്ന സമയത്ത് ക്രെഡിറ്റ് അല്ല ചെയ്യേണ്ടി, അതുകൊണ്ട് ഞാൻ ക്രെഡിറ്റ് ചെയ്തു. സിമ്പിൾ ആൻഡ് ഹംബിൾ. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, ഇതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഷെയർസിൽ എന്ന് പറയുന്നത് പ്രീമിയം ഇല്ലാത്ത അറ്റ് പാറിൽ ലംസം ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഷെയർസ് ഇഷ്യൂ ചെയ്ത് ജേണൽ എൻട്രി കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ്, ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. ഷെയർസ് നമ്മൾ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഫേസ് വാല്യൂനേക്കാൾ കൂടുതലാണ് നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അത് CA ഇന്റർ ആവട്ടെ, എവിടെയൊക്കെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് പഠിക്കാനുണ്ടോ, കമ്പനി അക്കൗണ്ട്സ് പഠിക്കാനുണ്ടോ, അവിടെയൊക്കെ ചോദിക്കുന്ന ഒരു ഷോർട്ട് നോട്ട്സിന്റെ ഒരു ഇതാണ് എന്ത് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഓൾമോസ്റ്റ് 5 or 4 മാർക്സിനാണ് എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. എ കമ്പനി മേ ഇഷ്യൂ ഷെയർസ് ഓൺ പ്രീമിയം
എന്താണെന്ന് ഇനിയും പറയുന്നില്ല. ദ പവർ ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് എ പ്രീമിയം നീഡ് നോട്ട് ഗിവൺ ഇൻ ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. നമുക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്പനി എങ്ങനെ റൺ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എവിടെ ഉണ്ട്? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ട്. ആ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എന്ത് ചെയ്യണമെന്നില്ല, പ്രീമിയം വാങ്ങുന്ന കാര്യം മെൻഷൻ ചെയ്യണമെന്നൊന്നുമില്ല. ഓക്കെ, മാത്രമല്ല എ പ്രീമിയം ഈസ് സോ റിസീവ്ഡ് ഷാൾ ബി ക്രെഡിറ്റഡ് ടു എ സെപ്പറേറ്റ് അക്കൗണ്ട് കോൾഡ് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഷെയർസ് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ആ പ്രീമിയം എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? സെപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആ അക്കൗണ്ടിന്റെ പേരെന്താണ്? സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. ആ ജേണൽ എൻട്രി എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ, വാട്ട് ആർ ദ പേർപ്പസസ് ഫോർ വിച്ച് ദ ബാലൻസ് ഓഫ് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ക്യാൻ ബി യൂസ്ഡ് അണ്ടർ സെക്ഷൻ 52 ഓഫ് കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013 പ്രകാരം നമ്മുടെ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് നമുക്ക് എന്ത് ബേസിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ പേർപ്പസിലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നാണ് പറയുന്നത്. സെക്യൂരിറ്റി പ്രീമിയത്തിലുള്ള ബാലൻസ് നമുക്കൊന്നും തോന്നിയ പോലെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ പറയുന്ന സെക്ഷൻ 52-ൽ പറയുന്ന ഒരു കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെക്യൂരിറ്റി പ്രീമിയം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഈ 5 പോയിന്റ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എന്താണ്? ബെയർ ആക്ടിൽ തന്നെയുള്ള ഡീറ്റെയിൽസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല, 100% ഇതേ തന്നെ, അല്ലെങ്കിൽ ചുരുക്കിയിട്ടൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ചില സ്ഥലത്ത് 100% ഇതേ വേർഡിങ്സിലാണ് വരണമെന്നില്ല. പക്ഷെ ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്ത കാര്യം മിനിമം എന്തായാലും വരന്നിരിക്കണം. ഒന്നാമത്തെ കാര്യം, ഈ സെക്യൂരിറ്റി പ്രീമിയത്തിലുള്ള അക്കൗണ്ടിലുള്ള ബാലൻസ്. ഈ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് നിന്ന് കൂടുതലായിട്ട് ഫേസ് വാല്യൂ കൂടുതലായിട്ട് വാങ്ങുന്ന എമൗണ്ട് അല്ലേ സെക്യൂരിറ്റി പ്രീമിയം. അപ്പൊ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ അടുത്തുള്ള ഒരു ഫണ്ട് അല്ലേ സെക്യൂരിറ്റി പ്രീമിയം. ഓക്കെ, ഒരു ഇങ്ക് ആയിട്ടുള്ള ഒരു സാധനമാണ്, ഒരു ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ടു ദ മെമ്പേഴ്സ് ഓഫ് കമ്പനി. അപ്പൊ ഈ സെക്യൂരിറ്റി പ്രീമിയം ഫണ്ട് വെച്ചിട്ട് അക്കൗണ്ടിലുള്ള ബാലൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇഷ്യൂ ചെയ്യാം. എന്ത്? ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർ. ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള ബോണസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ആണെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഫോർ റൈറ്റിംഗ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസ് ഓഫ് ദ കമ്പനി. പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് വെച്ചാൽ എന്തുവാ? പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡോക്യുമെന്റേഷൻ ഉണ്ടാവും, എഗ്രിമെന്റ് ഉണ്ടാക്കാനുണ്ടാവും, മുദ്രപേപ്പർ വാങ്ങാനുണ്ടാവും, രജിസ്റ്റർ ചെയ്യാനുണ്ടാവും, കൺസൾട്ടേഷൻ ഫീസ് അടക്കാനുണ്ടാവും. കമ്പനി റൺ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസിന് പറയുന്ന പേരാണെന്ത്? പ്രിലിമിനറി എക്സ്പെൻസസ്. അപ്പം ഈ പ്രിലിമിനറി എക്സ്പെൻസിന് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ഫോർ റൈറ്റിംഗ് ഓഫ് എക്സ്പെൻസസ് ഓഫ് ദ കമ്മീഷൻ പെയ്ഡ് ഓർ ഡിസ്കൗണ്ട് അലോഡ് ഓൺ എനി ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് ദ കമ്പനി. നമ്മുടെ ഒരു ഷെയർ, കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യാനോ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മൾ ഏതെങ്കിലും ഒരു ഏജന്റിന് ഒരു കമ്മീഷൻ കൊടുക്കുന്നു. കമ്മീഷൻ കൊടുക്കുക എന്നുള്ളത് നമ്മൾ എക്സ്പെൻസ് അല്ലേ? അല്ലെങ്കിൽ നമ്മളൊരു ഡിസ്കൗണ്ട് അലോ ചെയ്യുന്നു. ഡിസ്കൗണ്ട് അലോ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെൻസ് അല്ലേ? അങ്ങനെ ഡിസ്കൗണ്ട് അലോ ചെയ്യുന്നുണ്ട്, കമ്മീഷൻ പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്പെൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി, റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ഏത് അക്കൗണ്ട് യൂസ് ചെയ്യാം? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് യൂസ് ചെയ്യാം. നാലാമത്തത്, പ്രീമിയം പേയബിൾ ഓൺ ദി റിഡംഷൻ ഓഫ് എനി റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് എ കമ്പനി. നമ്മൾ പ്രീമിയം പേയബിൾ ഉണ്ട് എവിടെ? റെഡീമബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കണ്ടിട്ടില്ലേ? പ്രിഫറൻസ് ഷെയറിന് റെഡീമബിൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? അതേപോലെ പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യുന്ന സമയത്തും, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡെപ്റ്റ് ഫണ്ട് ഉണ്ട്. ഡിബഞ്ചേഴ്സ് നമ്മൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ, ഓക്കെ, നമ്മൾ കമ്പനീസിന്റെ ഷെയർസ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നതാണ്, കമ്പനിയുടെ ഫണ്ട് ആയിട്ട് എടുക്കുന്നതാണ്. അതേപോലെ മറ്റൊരു ഫണ്ടാണ് എന്ത്? ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡിബഞ്ചേഴ്സിന്റെ നേച്ചർ എന്നുള്ളത് ഡിഫറെന്റ് ആണ്. ഡെപ്റ്റ് ഫണ്ട് ആണ് എന്ത്? ഡിബഞ്ചർ. നമ്മുടെ പുറത്തുള്ള ഹോൾഡേഴ്സ് ഉണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ അടുത്തുനിന്ന് കടമായിട്ട് വാങ്ങി ഇത്ര വർഷത്തിനുള്ളിൽ തിരിച്ചു തരാം എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഡെപ്റ്റ് ആണ് എന്ത്? ഡിബഞ്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിബഞ്ചർ നമ്മൾ റെഡീം ചെയ്യാൻ പറ്റുന്ന ഒരു ഡിബഞ്ചർ ഒക്കെ ഉണ്ട്. ആ റെഡീം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രീമിയം, അതായത് റെഡീം ചെയ്യുമ്പോൾ പ്രീമിയം കൊടുക്കണമെങ്കിൽ, പ്രീമിയം കൊടുക്കുക മീൻസ് എന്താ? നമ്മൾ വാങ്ങുന്ന സമയത്ത്, ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയത് എവിടെ കാണിച്ചു? സെക്യൂരിറ്റി പ്രീമിയത്തിൽ കാണിച്ചല്ലോ. പക്ഷെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് പ്രീമിയത്തിലാണെങ്കിൽ നമ്മൾ അങ്ങോട്ടാണ് കൊടുക്കുന്നത്. അങ്ങോട്ട് കൊടുക്കാൻ മീൻസ് എക്സ്പെൻസ് അല്ലേ? എക്സ്പെൻസ് എവിടെ സെറ്റ് ഓഫ് ചെയ്യാം? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൽ സെറ്റ് ഓഫ് ചെയ്യാം. നെക്സ്റ്റ്, ഫോർ ദ പർപ്പസ് ഓഫ് പർച്ചേസ് ഓഫ് ഇറ്റ്സ് ഓൺ ഷെയർസ്,
നമ്മുടെ കമ്പനീസിന് സ്വന്തം ഷെയർസ് തന്നെ പർച്ചേസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് എന്ത്? ബൈ ബാക്ക് എന്ന് പറയും. ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയും. അപ്പോൾ ബൈ ബാക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബൈ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് യൂസ് ചെയ്യാം. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ റിവിഷൻ എടുക്കാം. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന 5 സിറ്റുവേഷൻ ഏതൊക്കെയാ? ഒന്ന്, ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ. പിന്നെ 2 റൈറ്റിംഗ് ഓഫ് ആണ് വരുന്നത്. ഒരു റൈറ്റിംഗ് ഓഫ് ഏതാണ്? പ്രിലിമിനറി എക്സ്പെൻസ് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ എക്സ്പെൻസസ്, ഏത് എക്സ്പെൻസാ? കമ്മീഷൻ പെയ്ഡ് ഓർ ഡിസ്കൗണ്ട് അലോഡ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. 3 4 പ്രീമിയം പേയബിൾ ആണ്. ഒരു പ്രീമിയം, ഏത് പ്രീമിയം പേയബിളാ? റിഡംഷൻ ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചറിന്റെയോ പ്രിഫറൻസ് ഷെയർസിന്റെയോ റിഡംഷന്റെ സമയത്ത് നമ്മൾ പ്രീമിയം അങ്ങോട്ട് അടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി നമുക്ക് സെക്യൂരിറ്റി പ്രീമിയം ഉപയോഗിക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ലാസ്റ്റ് പർച്ചേസ് ഓഫ് ഇറ്റ്സ് ഓൺ ഷെയർസ്, അതായത് ബൈ ബാക്ക് ഓഫ് ഷെയർസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് യൂസ് ചെയ്യാം. എനിക്ക് വേണ്ടത്, നിങ്ങളുടെ അടുത്ത് നിന്ന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് താഴെയുള്ള ജേർണൽ എൻട്രീസ് ഓൾറെഡി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിലുള്ളത് വായിക്കാം. അതേപോലെ PDF അവൈലബിൾ ആയിട്ടുണ്ട്. ആ PDF എന്ത് ചെയ്യാം? നോക്കിയിട്ട് വായിക്കാം. എങ്ങനെയൊക്കെയാണ് എൻട്രീസ് വരുന്നത്, എന്താണെന്നുള്ളതൊക്കെ നിങ്ങളതായ രീതിയിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് വീഡിയോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ട് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വായിച്ചു നോക്കുക. ഇനിയും ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ വായിക്കാൻ ആക്കരുത്. ഇനിയുള്ളത് റിവിഷൻ വേണ്ടി മാത്രമായിരിക്കണം. ഇപ്പോൾ ഉള്ളത് നിലവിൽ എന്ത് ചെയ്യുക? ക്ലാസ് കേട്ടതിന് ശേഷം മനസ്സിലാക്കി അതൊന്ന് നോട്ട് ചെയ്തിട്ട് വെക്കുക. അറ്റ്ലീസ്റ്റ് മിനിമം എൻ്റെ ഈ നോട്ടെങ്കിലും വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ 100% എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് വായിക്കുന്ന സമയത്ത് ഭയങ്കര ബോറടിക്കുക ആയിരിക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ക്ലാസ്സിൽ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് തിയറി പോകാനുള്ള റീസൺ. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് വീഡിയോ. ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.